അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കർത്താവേ? നീയാണ് ഉദ്ദേശിക്കേണ്ടത്. രോഗികളെ, നാനാവിധ രോഗികളെ കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷൻ വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തോ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേടുന്നവരെ
അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളിൽ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്ന പിതാമ്പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പാറ പൊട്ടിക്കണ തിരി വെക്കത്തില്ലേ? ഇപ്പം വേറെ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരത്തെ തിരിയാണ് വെക്കണത്. തിരി വെച്ചിട്ട് ഒരുത്തൻ തീ കൊടുത്തിട്ട് ഓടിക്കളയും. അപ്പം തിരി വെടിമരുന്ന് എവിടെയെല്ലാം വെച്ചിട്ടുണ്ട്, പാറ തുരന്ന് അതെല്ലാം പൊട്ടിപ്പിളർന്ന് വലിയ പൂങ്കാരത്തോട് ഭൂമി കുലുങ്ങി ആ പ്രദേശം മുഴുവൻ. അതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് ചിലർക്ക് പാറമടയ്ക്ക് ലൈസൻസ് കിട്ടുമെന്ന് പറയുമ്പോൾ ചില വീട്ടുകാർ കേസിന് പോണതാണ്. ഇപ്പോൾ അതിനേക്കാളൊക്കെ വളരെ സോഫ്റ്റായിട്ടുള്ള കുറേ മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ചില സ്ഥലത്ത് ഓർക്കുകയും ഈ ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഉടമ്പടിക്ക് ശരിക്കും ഈ തിരി വെച്ചതും ഉടമ്പടിക്ക് മരുന്ന് വെച്ച് തീ വെച്ചതും ആദ്യം പത്രോസാണ്. പത്രോസ് കർത്താവിനോട് ചോദിച്ചു, ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി ചെയ്യാതിരിക്കണമല്ലോ നല്ലതെന്ന്. അങ്ങനെ ചോദിച്ചില്ല, ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി ചെയ്യാതിരിക്കണമല്ലേ നല്ലതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചില്ല. പക്ഷേ അതിന് വേറെ ഒരു കാര്യം ചോദിച്ച പത്രോസ്. എന്നാ ചോദിച്ചത്? മത്തായി 19:10 ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ ഭർത്തൃബന്ധം, ഉടമ്പടിയാണല്ലോ വിവാഹം, ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അതാണ് ചോദിക്കുന്നത്. ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി ചിലരൊക്കെ പറയത്തില്ല ഉടമ്പടി എടുക്കാതിരിക്കുന്നതല്ല ഭേദമെന്ന്. എൻ്റെ മക്കളെ, അത് ഭേദമല്ല. ശരിക്കും ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ചില സ്ഥലത്ത് ഓർക്കുകയും ചില ആൾക്കാരെ 55 വയസ്സുള്ള ആൾക്കാരൊക്കെ സാക്ഷ്യം പറയുമ്പോഴേ അവരിത്രയും നാൾ ക്രിസ്ത്യൻസായിട്ട് ജീവിച്ചതല്ലേ. ചിലർ 60 വയസ്സുള്ള ആൾക്കാർ വന്ന് സാക്ഷ്യം പറയും. അപ്പോൾ അവർ ഞെട്ടിത്തരിച്ചാണ് പറയണത്. 60 കൊല്ലം ജീവിച്ചിട്ട് കിട്ടാത്ത അനുഭവമാണ് വെറും 6 ദിവസം കൊണ്ട് കിട്ടുന്നത്. അതാണ് ഉടമ്പടി ഇപ്പോഴും ഇന്ന് നല്ല മഴയാണ് ഇവിടെയൊക്കെ. പക്ഷേ ഉടമ്പടി നിറച്ച ആളാണ് കൃപാസനത്തിൽ സാക്ഷ്യം പറയാനും ഉടമ്പടി പുതുക്കാനും ഇതായിട്ട് ഉടമ്പടി എടുക്കാനും ഒക്കെ ആളാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഉടമ്പടി ജീവിതത്തെക്കുറിച്ചൊരു ഐഡിയ, പണ്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എന്താണ്, ഉടമ്പടി ഒരു ജീവിത രീതിയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. അത് കാരണം ആൾക്കാർ ശരിക്കും പുതുക്കുന്നുണ്ട്. എന്താ കാര്യം? ഉടമ്പടി ഉടനടി അനുഭവം കിട്ടുന്നത് മാത്രമല്ലല്ലോ, അത് ദൈവമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യുകയല്ലേ. അപ്പോൾ വിശ്വസ്തയോടെ വരാൻ വേണ്ടി അവർക്ക് ചിലർക്ക് ഇത്തിരി സമയമെടുക്കും. അപ്പോഴേ കർത്താവ്, പക്ഷേ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടെന്ന് ദൈവത്തിന് തോന്നിയ ഉടമ്പടി സിമ്പിളാണ്. നമ്മൾ ആ ഉടമ്പടിയുടെ നിബന്ധനകൾ അനുസരിച്ചിട്ട് ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം ശരിക്കും നമുക്ക് ഇൻസെൻറ്റീവ് തരും. അതാണ് ഈശോ പറയണത്, ഭാര്യ ഭർത്താവ് ബന്ധം അല്ല ഉടമ്പടി ജീവിതം ഇത്തിരി പാടാണെങ്കിൽ ഉടമ്പടി എടുക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. അതല്ല സംഭവം. കൃപ ലഭിച്ചവരാണെങ്കിൽ ഇത്തരം ചോദ്യം ചോദിക്കത്തില്ലെന്നാണ് ഈ പറയണത്. അതിൻ്റെ ഒരു മേക്കപ്പ് അങ്ങനെയാണ് കിടക്കണത്. ഇത് ഉടമ്പടിക്ക് കൃപ ലഭിച്ചവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. കൃപ ലഭിക്കാത്തവരാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? കർത്താവേ, ഉടമ്പടി ജീവിക്കാൻ എനിക്കാവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ, അതല്ലേ പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഉടമ്പടിയെ അല്ല നമ്മൾ സംശയത്തിൽ നോക്കേണ്ടത്. കർത്താവേ, ഉടമ്പടി ജീവിക്കാൻ ആവശ്യമായ കൃപയാൽ, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാര്യം ഉടമ്പടിയുടെ നിയോഗം നിറവേറാമെന്നല്ല, ഉടമ്പടി ജീവിക്കാൻ കർത്താവേ ആവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. ഉടമ്പടി ജീവിക്കാൻ, എല്ലാ ഘട്ടങ്ങളിലും ഉടമ്പടിയിലാണെന്നുള്ള ബോധത്തോടു ജീവിക്കാൻ അതിനാവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ.
പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇന്നീ കൃപാസനം അൾത്താരയിൽ വന്നു നിന്ന് ഒരു സാക്ഷ്യം പറയാനായി എന്നെ അനുവദിച്ച അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മെർലിൻ. ഞാൻ നായത്തോട് അങ്കമാലിയിൽ നിന്ന് വരുന്നു. കവരപ്പറമ്പ് ഇടവാംഗമാണ്. ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 17/2/2024 ഞാൻ ആദ്യം തന്നെ ഈ കൃപാസനത്തിൽ വരാനിടയുണ്ടായത് എൻ്റെ മമ്മിയുടെ കൂടെയാണ്. എൻ്റെ മമ്മിയുടെ കൂടെ എനിക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയതിൻ്റെ ഭാഗമായി നന്ദി പറയാനാണ് ഞാൻ കൃപാസനത്തിൽ വന്നത്. അഡ്മിഷൻ കിട്ടിയതിന് നന്ദി എന്ന് പറയുമ്പോൾ എനിക്ക് +2 ഒട്ടും മാർക്കില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് പാസ്സായ ഒരാളായിരുന്നു. എനിക്ക് നേഴ്സിങ്ങിന് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ നേഴ്സിംഗ് പഠിക്കാനാണ് നല്ലത് എന്നും നാട്ടിൽ പഠിച്ചാൽ മതി എന്നായിരുന്നു വീട്ടിൽ പറഞ്ഞത്. അങ്ങനെ എൻ്റെ മാർക്കോടെ നാട്ടിൽ നേഴ്സിന് കിട്ടാമെന്ന് വെച്ചാൽ വളരെ പാടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് നാട്ടിൽ തന്നെ മെഡിക്കൽ ട്രസ്റ്റിലാണ് ഞാൻ പഠിച്ചത്. മെഡിക്കൽ ട്രസ്റ്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാനും NRI സീറ്റിലാണ് കിട്ടിയതെങ്കിലും അവിടെ ഒരു അഡ്മിഷൻ കിട്ടാമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ മാർക്ക് വെച്ചിട്ട്. അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. ഞാൻ നേഴ്സിങ്ങിന് അവിടെ പഠിക്കാനായിട്ട് തുടങ്ങി. ഞാൻ നേഴ്സിങ്ങിന് പഠിക്കാൻ തുടങ്ങി എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളായിരുന്നു. എനിക്ക് പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. എന്നേക്കാൾ ഒത്തിരി മാർക്കുള്ള പിള്ളേരാണ് ക്ലാസ്സുകളിൽ ഇരിക്കുന്നത്. എല്ലാ 85-95% മാർക്കുള്ള പിള്ളേരുടെ കൂടെ ഞാൻ പോയിരിക്കുമ്പോൾ എനിക്ക് അവർ പഠിപ്പിക്കുന്നത് തന്നെ ഒന്നും മനസ്സിലാവാത്ത രീതിയിലായിരുന്നു ഞാൻ ക്ലാസ്സിലിരുന്നുകൊണ്ടിരുന്നത്. ക്ലാസ്സിൽ ഓരോ ദിവസം ക്ലാസ് കഴിയുന്തോറും എനിക്ക് ബുദ്ധിമുട്ടുകൾ കൂടുക എന്നല്ലാതെ അത് കുറഞ്ഞിട്ടില്ലായിരുന്നു. എക്സാമുകളായി തുടങ്ങിയപ്പോഴും ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം വന്നു, എൻ്റെ റിസൾട്ട് വരുന്നു, ഞാൻ തോക്കുന്നു. സെക്കൻഡ് ഇയറിൻ്റെ എക്സാം വരുന്നു, എൻ്റെ റിസൾട്ട് വരുന്നു, ഞാൻ തോക്കുന്നു. അതൊരു പതിവായി തുടങ്ങിയിരുന്നു. ഒരു ജയമില്ലാതെ തോൽവി മാത്രമായിരുന്നു എനിക്ക് മുൻപിലുണ്ടായിരുന്നത്. ഞാൻ ഒരു സബ്ജക്റ്റിന് പോലും തോക്കുന്നു എന്ന് പറയുമ്പോൾ 6 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 6 സബ്ജക്റ്റിന് ഒരുമിച്ചാണ് ഞാൻ തോറ്റുകൊണ്ടിരുന്നത്. ഒരെണ്ണത്തിന് പോലും ജയിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതിക്കൊണ്ട് ഞങ്ങൾക്ക് നഴ്സിംഗിനെന്ന് പറയുമ്പോൾ 4th ഇയർ വരെ നമുക്ക് പാസ്സായി പോവും. 4th ഇയറിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യണ സമയമാവുമ്പോൾ 3rd ഇയർ വരെ എല്ലാം പാസ്സായാലേ 4th ഇയറിൻ്റെ എക്സാം നമുക്ക് മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. എനിക്ക് സപ്ലികളുടെ എണ്ണം 10, 17, 18ഓളം ആയിക്കൊണ്ടേ ഇരിക്കണമായിരുന്നു. എനിക്ക് ജയമില്ല, തോൽവി മാത്രം. ഞാൻ അങ്ങനെ ഇരിക്കെ ഇവിടെ മമ്മിയുടെ ഒപ്പം വന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. എൻ്റെ 3rd ഇയറിൻ്റെ പരീക്ഷയ്ക്ക് മുമ്പാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ അച്ഛൻ എൻ്റെ തലക്ക് കൈ പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നിന്നു. അന്നേരം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മിയുടെ ഉടമ്പടി മാറ്റി മോൾ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അന്നത് കേട്ടെങ്കിലും ഉടമ്പടി എടുത്തില്ലായിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. പിന്നീട് എൻ്റെ 3rd ഇയറിൻ്റെ എക്സാം ഞാൻ എഴുതുന്നു, പതിവ് പോലെ ഞാൻ തോക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ 3rd ഇയറിൻ്റെ പിന്നെ അവസാനമായപ്പോഴത്തേക്കും എനിക്ക് ജയിക്കാതെ വേറെ നിവൃത്തിയില്ല. ആ രീതിയിൽ വന്നപ്പോഴാണ് ഞാൻ ഇവിടെ ഉടമ്പടിക്ക് എടുക്കാൻ വേണ്ടി വരുന്നത്. ഞാൻ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലൂടെ പ്രാർത്ഥിച്ചും കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ടായിരുന്നു. 1-2 സബ്ജക്റ്റുകൾ വെച്ച് ജയിക്കും എന്നല്ലാണ്ട് എനിക്കങ്ങനെ എല്ലാം ജയിക്കുക. പക്ഷെ അതെന്നെ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. കാരണം ഒന്നും ജയിക്കാത്ത എനിക്ക് ഒരു സബ്ജക്റ്റെങ്കിലും ജയിക്കുക എന്നത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ 1-2 സബ്ജക്റ്റുകൾ ജയിക്കാൻ തുടങ്ങി. പിന്നെ 4th ഇയറിൻ്റെ മെയിൻ എക്സാം ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പിള്ളേരുടെ ഒപ്പം എക്സാം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം എനിക്ക് അപ്പോഴും ഫെയിലിയർ ഉള്ള കാരണം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത്ഭുതം എന്നുള്ള രീതിയിൽ ആ സമയമായപ്പോഴത്തേക്ക് എനിക്ക് 3-4 സബ്ജക്റ്റും കൂടി ക്ലിയർ ആയാൽ മതി എനിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 3-4 സബ്ജക്റ്റ് എന്ന് പറയുന്നത് 16-17 സബ്ജക്റ്റിൽ നിന്നാണ് 3-4 സബ്ജക്റ്റിലേക്ക് ഞാൻ എത്തി നിൽക്കണേ. എൻ്റെ 1 വർഷം ഞാൻ ഇരുന്ന് പഠിക്കേണ്ട അവസ്ഥയിലായിരുന്നു. ഞാൻ ആ സമയങ്ങളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റെ പ്രാർത്ഥന അച്ഛൻ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ കൃപാസനത്തിൽ ഉടമ്പടി പ്രകാരമായിരുന്നില്ല. അതിൻ്റെ ആയിരുന്നു എൻ്റെ ഈ ലാഗായിക്കൊണ്ടിരുന്നതും. എനിക്ക് തന്നെ ഒരു തോന്നൽ വന്നിരുന്നു. എനിക്കങ്ങനെ എൻ്റെ 3rd ഇയറിൻ്റെ വരെ ഫുൾ ക്ലിയറായി. 4th ഇയറിലേക്ക് എനിക്ക് എഴുതാനൊരു അവസരം കിട്ടി. ഞാൻ 4th ഇയറിൽ എഴുതാൻ വേണ്ടി വന്ന ടൈമായപ്പോൾ എനിക്ക് ഒത്തിരി എനിക്കിനി കിട്ടും എന്നുള്ളൊരു തോന്നലൊക്കെ ആയിരിക്കാം മനസ്സിൽ. എന്നാലും പഠിച്ചതും ഒന്നും അറിയില്ല, ആ രീതി തന്നെയാണ്. അങ്ങനെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച്, പിന്നത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത്രയും നാളും പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ലായിരുന്നു. പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ പള്ളിയിൽ തന്നെ ഏത് നേരം പോയി ബൈബിള് കെട്ടിപ്പിടിച്ച് നടന്ന്, കൊന്തയെ കയ്യിൽ പിടിച്ച് നടന്ന്, കാരണം അത്രയും മനസ്സിൽ വിഷമം കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
അപ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ അത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചത് ഒരു പ്രാർത്ഥനയല്ലായിരുന്നു. കാരണം എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ ഒരു പ്രാർത്ഥനയായിരുന്നു. ഉടമ്പടിയിലൂടെ നമ്മൾ പടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ലായിരുന്നു. എന്ന് ഞാൻ ആ ഉടമ്പടി പ്രാർത്ഥന മര്യാദയ്ക്കായി തുടങ്ങിയോ അന്നാണ് എനിക്ക് മര്യാദയ്ക്കുള്ള വിജയം കണ്ടു തുടങ്ങിയത്. എനിക്ക് 4th ഇയറിന് അങ്ങനെ ഞാൻ മെയിൻ എക്സാം അറ്റൻഡ് ചെയ്തു. 4 സബ്ജക്റ്റായിരുന്നു ഞങ്ങൾക്ക് 4th ഇയറിന്. ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് 3 ജയിക്കും, 1 പോവും, അതായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ നേരെ തിരിച്ചായിരുന്നു. 1 മാത്രം കിട്ടിയിട്ട് 3 പോവുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ഇവിടെ വന്ന് കൂടുതൽ പ്രാർത്ഥിച്ച് കൂടുതൽ ഒരുങ്ങി ഞാൻ ധ്യാനത്തിന് പോയി. പിന്നത്തെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണേക്കാളും മുമ്പ് എനിക്കൊരു ധ്യാനം കൂടണം, എനിക്ക് കുമ്പസാരിച്ച് ഒരുങ്ങണം. അത്രയും നാൾ എഴുതിയതിനേക്കാൾ വ്യത്യസ്തമായി ആയിരിക്കണം ഇനി എൻ്റെ എക്സാം. കാരണം ഇനി എനിക്കൊരു അവസരം ഇല്ല. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പുറത്തേക്ക് പോകാനും ജോലിക്ക് കയറാനൊക്കെ തുടങ്ങി. നമ്മളിങ്ങനെ ജൂനിയേഴ്സിൻ്റെ കൂടെ എഴുതി മനസ്സിന് തന്നെ ഭയങ്കര മടുപ്പ് വന്നു തുടങ്ങി. നിർത്തിപ്പോയാലോ, ഇനി പഠിക്കണോ എന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ വന്നു. പക്ഷേ നിർത്തിയാലും വേറെ വകുപ്പില്ലാത്തത് കൊണ്ടും ഇയർ അത്രയും പോയേക്കണത് കൊണ്ടും അതിനകത്ത് തന്നെ നിൽക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ നിന്നത്. ഞാൻ പഠിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ധ്യാനങ്ങൾ കൂടി. എൻ്റെ എക്സാമിന് മുൻപ് ഞാൻ ധ്യാനം കൂടി ഒരുങ്ങി കുമ്പസാരിച്ച് ആണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അത്രയും നാൾ എക്സാം എഴുതിയതിനേക്കാൾ വ്യത്യസ്തമായി ഞങ്ങൾക്ക് എക്സാം ഹോളിൽ കയറുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഫുൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറ്റുള്ളൂ. ഒരു റബ്ബർ ബാൻഡ് പോലും പെൻസിലും പേനയുമേ ചെറ്റിയേക്കാണെങ്കിൽ അവർ അതുവരെ പൊട്ടിച്ച് കളയും. അങ്ങനെയാണ് നമ്മൾ എക്സാമിന് കയറ്റുള്ളൂ. അങ്ങനെ ഇരിക്കെ ഉപ്പും കാശ് രൂപമൊക്കെ കയറ്റാന്ന് വെച്ചാൽ അത് നമുക്ക് ചിന്തിക്കാനൂടി പറ്റില്ല. അത് നഴ്സിംഗ് പഠിച്ച പിള്ളേർക്ക് മനസ്സിലാവും അത് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ എൻ്റെ പേനയുടെ ഒരു അടപ്പിലായിരുന്നു ഞാൻ ഈ കൃപാസന ഉപ്പ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞാനത് കൊണ്ടുപോയി ഞാൻ ആരും കാണാതെ എക്സാമിനിരിക്കുന്ന സമയത്ത് ടീച്ചർമാരെല്ലാവരെയും ശ്രദ്ധ എന്ന് വെച്ചാൽ അവർ സമ്മതിക്കില്ല അതിന്. നമ്മളെ അപ്പം തന്നെ പുറത്തേക്ക് ഇറക്കും. പിന്നെ അത് എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലാവും. അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ പറയാത്തത് അലൗഡ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആരും കാണാതെ ഒരു വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ആ ഹോളിൽ ഇട്ട് ഞാൻ ഇരിക്കുന്ന ടേബിളുമേയും ഉപ്പും വിതറി ഞാനതെൻ്റെ വായയിലിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കറിയണം ഒരു ക്വസ്റ്റ്യനും അതിനകത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ ആകെ ഒരു വിശ്വാസമാണ്, മാതാവിനോടുള്ളൊരു വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ എക്സാം എഴുതിയത്. ആ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞ് വരുമ്പോഴും വീട്ടിലൊക്കെ എത്രയൊക്കെ കുഴപ്പമുണ്ടായില്ല എന്ന് പറയുമെങ്കിൽ എൻ്റെ മനസ്സിൽ 100% ഉറപ്പായിരുന്നു മാതാവ് ഒരു അത്ഭുതം പ്രവർത്തിക്കാതെ ഞാനത് ജയിക്കില്ല എന്നുള്ളത്. ഞാൻ അത്രയും പ്രാർത്ഥിച്ചിരുന്നു. ഒത്തിരി വിഷമത്തോടെ നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച വിളി കേൾക്കണ മാതാവായിരുന്നു. മാതാവിൻ്റെ വിളി കേട്ടു. ഞാൻ ഇവിടെ വന്ന് എൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരേണ്ടായി. ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞങ്ങളിവിടെ നമ്മൾ മാതാവിനെയൊക്കെ എടുത്ത് നടന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണ സമയത്ത് ലോട്ടിടുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചായിരുന്നു, മാതാവേ നീ എന്നെ ജയിപ്പിക്കുമെന്നാണ് പറയണേ എങ്കിൽ നീ ആയിരിക്കണം എൻ്റെ കയ്യിൽ എനിക്ക് പിടിക്കാൻ റാലി നടക്കുമ്പോൾ എനിക്ക് കിട്ടണ്ടേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അന്ന് അത്രയും നാളൊന്നും ഞാനത് എടുക്കുമ്പോഴൊന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ലായിരുന്നു. ആ തവണ എടുത്തപ്പോൾ എനിക്ക് കൃത്യമായി കിട്ടിയത് മാതാവിനെ തന്നെയായിരുന്നു. അന്ന് എൻ്റെ റിസൾട്ട് വന്നോ ഇല്ലയോ ഒന്നുമില്ല, എനിക്ക് അപ്പോഴേ ഉറപ്പായിരുന്നു ഞാൻ ഇനി ജയിക്കും. അതിനി ഞാൻ എഴുതിയേക്കണതിലല്ല, മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം ഞാനത് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഫെബ്രുവരി മാസം അവസാനം എൻ്റെ റിസൾട്ട് വന്നു. ഞാനങ്ങനെ ഫൈനൽ ഇയർ ഫുള്ളി പാസ്സായി. അങ്ങനെ എൻ്റെ നഴ്സിംഗ് ഇത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആഗ്രഹമായിരുന്നു നല്ലൊരു ഹോസ്പിറ്റലിൽ കയറണം. എനിക്ക് രാജഗിരി ഹോസ്പിറ്റലിൽ ട്രെയിനായിട്ട് കയറണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇത്രയും നാളത്തെ ഇയർ ഗ്യാപ്പും കാര്യങ്ങളും വെച്ച് അതും പോസിബിൾ അല്ലായിരുന്നു. കാരണം അത്രയും ഗ്യാപ്പിലും ട്രെയിനായിട്ട് കയറുമ്പോഴും നമുക്ക് വേറെ ചെറിയ ഹോസ്പിറ്റലുകളിൽ കയറിയിട്ടേ പറ്റുള്ളൂ. പക്ഷെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഉടമ്പടിയിലൊന്നും അത് വെച്ചിട്ടില്ലായിരുന്നു. പക്ഷെ മാതാവ് നമ്മുടെ ആഗ്രഹം കാണും എന്ന് പറയുന്നത് മാതിരി എനിക്ക് എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞിരിക്കെ എനിക്ക് ഒരു ചെവിക്കൊരു ബുദ്ധിമുട്ട് വേദനകളും വന്നൊരു കുരു പോലെ വന്ന് ഞാൻ എൻ്റെ അങ്കമാലിൽ അവിടെയുള്ള രാജഗിരിയിൽ ഞാനൊരു ഡോക്ടറെ കാണാൻ പോയിരുന്നു. അന്ന് ആ ഡോക്ടറെ ഞാൻ ഏറ്റവും ആദ്യമായിട്ടാണ് ഞാൻ അവിടെ വെച്ച് കാണുന്നതും പരിചയപ്പെടുന്നതും. മുൻപരിചയം ഒന്നുമില്ലാത്തൊരു ഡോക്ടർ. ആ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, മോളെന്താ പഠിച്ചേക്കുന്നത്, എന്ത് കഴിഞ്ഞാൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ നഴ്സിംഗ് കഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ എൻ്റെ ഇയർ ഗ്യാപ്പിൻ്റെ കാര്യങ്ങളും സപ്ലീസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഡോക്ടറിൻ്റെ ചെവിയിലേക്ക് അതൊന്നുമില്ലായിരുന്നു. ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ട് രാജഗിരി കയറിക്കൂടാ എന്നെൻ്റെ അടുത്ത് ഡോക്ടർ ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കതെങ്ങനെയാണ് എൻ്റെ ഈ മാർക്കിൻ്റെയും ഈ ഗ്യാപ്പിനെ വെച്ച് എനിക്കത് എങ്ങനെയാണ് പറ്റണേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയണത്, അത് പ്രശ്നമല്ല, നമുക്ക് കയറാം. ഡോക്ടർ, എനിക്ക് ഒരു പരിചയമില്ലാത്ത ഡോക്ടർ എനിക്ക് വേണ്ടി വിളിച്ച്
ആലുവ രാജഗിരിയിലേക്ക് വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അതിന് മുമ്പൊക്കെ ഞാൻ ആപ്ലിക്കേഷനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ അതൊന്നും കാണുകയും എന്നെ വിളിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഡോക്ടർ എനിക്ക് വേണ്ടി സംസാരിക്കുകയും അവിടെ നിന്ന് എന്നെ വിളിക്കുകയും ചെയ്തു. എന്നെ വിളിച്ചിട്ട് അവർ ചോദിച്ചു, മോളെ നാളെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഞാനിങ്ങനെ പിന്നെന്താ, നമ്മൾക്ക് ഇപ്പോൾ ചേരണമെങ്കിൽ ഇപ്പോൾ ചെല്ലാം, ആ രീതിയിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. എനിക്കത് ഒത്തിരി സന്തോഷമായി. എന്നെ എടുത്തു. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അവിടെ നമ്മൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾക്ക് കുറേ ചോദ്യങ്ങൾ വരാം, ആൻസറുകൾ എഴുതാനുണ്ടാവും, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ. ഇതിനൊന്നും എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അവിടെ ചെല്ലുന്നു, എൻ്റെ കൂടെ പഠിച്ച പിള്ളേരെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യേണ്ട, അവരോടൊക്കെ ചോദിച്ചെങ്കിലും അവർക്കൊന്നും അറിയില്ല അതെന്താ ചെയ്യേണ്ടതെന്നൊന്നും. ഞാൻ ചെല്ലുന്നു, ഞാൻ അവിടെയും കൃപാസന മാതാവിൻ്റെ ഉപ്പും കൊണ്ടുപോകുന്നു, അവിടെയും വിതറുന്നു. ഞാൻ അവിടെ പ്രാർത്ഥിക്കുന്നു, വിശ്വാസ ചെലവാണം ചൊല്ലിയിട്ടാണോ എല്ലായിടത്തും ഇടുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ചെല്ലണു. എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് അറിയാവുന്ന ഭയങ്കര ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് അതിനകത്ത് കിട്ടിയിരുന്നത്. അത് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാനും അത് കൊടുക്കാനും, അത് കഴിഞ്ഞ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിൽ വരുന്ന സമയത്ത് സാധാരണ നമ്മൾക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ ഇയർ ഗ്യാപ്പിൻ്റെ കാര്യങ്ങളും മറ്റൊക്കെ ചോദിക്കും. ഇവിടെ ഒന്നും ചോദിക്കണില്ല എൻ്റെ അടുത്ത്. മോൾ എവിടെയാണ് പഠിച്ചതെന്നും പഠിച്ച സമയത്തുള്ള എക്സ്പീരിയൻസിന് മാത്രമല്ലാണ്ട് വേറെ ഒന്നിനെയും പറ്റി എൻ്റെ അടുത്ത് ചോദിക്കേണ്ടായിരുന്നില്ല. കഴിഞ്ഞു ഒരു ഞങ്ങളെല്ലാം കഴിഞ്ഞൊരു ഹോളിൽ വന്നിരിക്കുമ്പോൾ ഒത്തിരി ഒരു ഹോള് നിറയെ പിള്ളേരുണ്ടായാൽ അതിലൊരു പകുതിയിൽ 4 പിള്ളേരെ ആയിരിക്കും സെലക്ട് ആയിട്ടുള്ളൂ. അതിനകത്ത് ഞാനും സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ചിരുന്നു. കാരണം എങ്ങനെ എനിക്കിവിടെ കിട്ടും, ആ രീതിയിലായിരുന്നു. അത് ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷനായിരുന്നു അവിടെ മെയിനായിട്ട് നിന്നൊരു കാര്യം. എനിക്ക് വേണ്ടി ഡോക്ടർ സംസാരിക്കാനും വേണ്ടി അവിടെ വന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ജോയിനിങ് ഡേറ്റ് വന്നത് 7-ാം തീയതി ആയിരുന്നു. മെയ് 7-ാം തീയതി ആയിരുന്നു എൻ്റെ ജോയിനിങ് ഡേറ്റ് വന്നത്. പക്ഷേ ഞാനന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കൂടെ എനിക്ക് ഭയങ്കരമായ പനി, ബുദ്ധിമുട്ടുകൾ വന്ന് എനിക്കന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് കയറണ്ട, മോൾ അടുത്ത മാസം കയറിയാൽ മതിയെന്ന്. പക്ഷെ അവിടേക്ക് അടുത്ത മാസം കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ അത് കിട്ടണമെന്നില്ല, കാരണം ഒത്തിരി പിള്ളേർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് വീട്ടിലേക്ക് വരിക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോന്നു. ഞാനപ്പോൾ ഈ ഡോക്ടറിനെ വിളിച്ചിങ്ങനെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, മോള് പേടിക്കണ്ട, നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും കയറുമെന്ന്. നമുക്ക് ആ ഡോക്ടറിലുള്ള വിശ്വാസം മാത്രമേ. പക്ഷേ എനിക്ക് മുമ്പേ എന്നേക്കാൾ കൂടുതൽ കാര്യമായി എല്ലാം ചോദിച്ചുകൊണ്ടിരുന്ന ആ ഡോക്ടർ വിളിച്ച് അവിടെ സംസാരിക്കുകയും എനിക്ക് ഈ പ്രാവശ്യം ഇനിയിപ്പോൾ എനിക്ക് ജോയിനിങ് ഡേറ്റ് വന്നേക്കുന്നത് 4-ാം തീയതിയാണ്. നാളത്തെ കഴിഞ്ഞാണ് എൻ്റെ ജോയിനിങ് ഡേറ്റ്. എനിക്കവിടെ എന്നെ വിളിക്കുകയും ഇപ്പോൾ പുതിയ ബാച്ച് കയറണയിൽ എൻ്റെ അടുത്ത് മോളന്ന് കഴിഞ്ഞു പോയതല്ലേ, മോളെ എടുക്കുകയാണ് എന്ന് പറഞ്ഞ് വിളിച്ച് എനിക്കിങ്ങനെ അവസാനം ജോലിക്ക് കിട്ടിയേക്കാണ്. അങ്ങനെ ഞാൻ ട്രെയിനിങ്ങിന് രാജഗിരിയിൽ കയറാണ്. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമായിരുന്നു. കാരണം ഒരു പരിചയമില്ലാത്തൊരു ഡോക്ടർ എനിക്ക് വേണ്ടി സംസാരിക്കാമെന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമായിരുന്നു. കാരണം മാതാവ് തന്നെയാണ് അവിടെ ഡോക്ടറിൻ്റെ ഉള്ളിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. കാരണം പരിചയമില്ലാത്ത ഡോക്ടറിന് ഒരാളെയും പറ്റിയും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ മാതാവാണ് ഇടപെട്ടേക്കുന്നത്, മാതാവാണ് എനിക്ക് വേണ്ടി സംസാരിച്ചേക്കുന്നത് മൊത്തം. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടുന്ന കൃപാസനം പത്രം എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കലായിരുന്നു. ഏറ്റവും അധികം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഇവിടുന്ന് അച്ഛൻ പറയണ മാതിരി നമ്മൾക്ക് കൊടുക്കുമ്പോഴുള്ളൊരു മടി, ആരെങ്കിലും നമ്മുടെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം തോന്നുക അവരോട്, ഒരു തരം ഇതൊക്കെയായിരുന്നു. നല്ലൊരു മടിച്ചൊക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അവസാനം ആയപ്പോഴത്തേക്ക് അങ്ങനെ അല്ലായിരുന്നു. അതൊക്കെ മാറി. എനിക്ക് ആരെന്ത് ചോദിച്ചാലും ഒരു പ്രശ്നമില്ല, ആ രീതിയിലായിരുന്നു. ഞാൻ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കൊടുത്തു, വീടുകളിലൊക്കെ കൊണ്ടുപോയി, അങ്ങനെയാണ് ഞാൻ പത്രം കൊടുത്തിരുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് വൃദ്ധസ്ഥാനത്തിൽ ഞങ്ങൾ പോയിട്ട് ഞാനും മമ്മിയുടെ ആൻറ്റിയൊക്കെ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ പോയി അവർക്ക് കുളിപ്പിക്കാനും അവർക്ക് മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുക്കാനാണ് ചെയ്തിരുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 33-ാം തിരുവചനം. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്, യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. മെർലിൻ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം വളരെ ശക്തമായും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഉടമ്പടി എലമെൻ്റായ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ് ഈ മകൾക്ക് ഇന്ന് വലിയ ഒരു വിജയം അല്ലെങ്കിൽ വലിയ ഒരു സാധ്യത നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. +2 മാർക്കില്ലാതെ മകൾ നഴ്സിംഗ് ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നടക്കുവാൻ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായുള്ളൂ. മെർലിൻ്റെ അമ്മയുടെ ഉടമ്പടിയിൽ സൗകര്യപൂർവ്വം പ്രാർത്ഥിച്ചു പോവുകയായിരുന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിൽ ഒരു പുതിയ മെസ്സേജ് മകൾക്ക് കിട്ടിയത്. മെർലിൻ തന്നെ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അല്പമേ ഉഴപ്പിയപ്പോഴാണ് മകൾക്ക് മനസ്സിലായത് ഉടമ്പടി ഉഴപ്പിയാൽ
ഉടമ്പടി കൃത്യമായ വിശ്വസ്തയോടെ പാലിച്ചില്ലെങ്കിൽ എനിക്ക് ഈശോയോടുള്ള വിശ്വസ്തത കുറഞ്ഞു പോകും, എനിക്ക് ആ ഒരു ബന്ധം നിലനിർത്താൻ സാധിക്കുകയില്ല എന്ന് മെർലിന് മനസ്സിലായപ്പോഴാണ് ഉടമ്പടി ശക്തമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. അടിക്കടിയുള്ള തോൽവി ഈ മകൾക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഉടമ്പടിയിലുള്ള അവിശ്വസ്തത മൂലമാണ് എനിക്കുള്ള തകരാറുകൾ വരുന്നതെന്ന്. മകളുടെ ലാസ്റ്റ് എക്സാമിലുള്ള പരീക്ഷയിൽ മകൾ ഏറ്റു പറയുന്നുണ്ട്, എന്നെല്ലാം ക്ലിയർ ചെയ്ത് നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും കാശുരൂപത്തിൻ്റെ ശക്തിയെല്ലാം എനിക്ക് മനസ്സിലായത് ഉടമ്പടി എത്രമാത്രം ശക്തിയുള്ളതാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടത് ഉടമ്പടി നന്നായി ജീവിച്ചു തുടങ്ങിയപ്പോഴാണ്. താൻ ആഗ്രഹിച്ച ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ, ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കുവാനും അതിനുവേണ്ടി പരിശുദ്ധ അമ്മ കടന്നുപോയ വഴികളെക്കുറിച്ചെല്ലാം ഈ മകൾ ഏറ്റുപറയുകയായിരുന്നു. ഒരു അപരിചിതനായ ഡോക്ടർ ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറയുകയും തനിക്ക് വീണ്ടും അസാധ്യതകൾ വന്നപ്പോൾ വീണ്ടും റെക്കമെൻഡ് ചെയ്യുകയും, ഇതെല്ലാം പരിശുദ്ധ അമ്മ നടന്നു പോകുന്ന വഴികളാണ്. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം വളരെ ശക്തമായി അനുഭവിക്കാൻ, സാമീപ്യവും സമയച്ചുരുക്കവും എല്ലാം മകൾക്ക് കൃത്യമായി അനുഭവിക്കുവാനും, എൻ്റെ യോഗ്യത കൊണ്ടല്ല കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നൊരു നല്ല ഹോസ്പിറ്റലിൽ, ആഗ്രഹിച്ച ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് കൂടാതെ വലിയ കാഠിന്യമില്ലാത്ത ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെല്ലാം മകൾക്ക് കയറി ചെല്ലാനുള്ള വലിയ സാധ്യതകൾ ഇന്ന് മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതൊരു ഭൗതിക ആവശ്യമാണെങ്കിലും ഈ ഭൗതിക ആവശ്യത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്നത് ഒരു ആധ്യാത്മികമായ ഉന്നതിയാണ്. ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു പ്രേരണയാണ് നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. ഉടമ്പടി ഉടൻ ആകണമെങ്കിൽ ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കണമെന്ന് തന്നെയാണ് ഇന്ന് മെർലിൻ ഈ സാക്ഷ്യത്തിലൂടെ ഏറ്റുപറയുന്നത്. ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവൻ നമ്മോട് കാണിച്ചത്. ഇന്ന് ഓരോരുത്തരും ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ മെർലിനെ പോലെ ദൈവാനുഭവവും ദൈവസ്നേഹവും വിശ്വാസ പ്രയോഗവും വിശ്വാസ ജീവിതവുമെല്ലാം കൂടിച്ചേരുമ്പോഴാണ് അവർക്ക് നിത്യത എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി സാക്ഷ്യങ്ങളിലൂടെ ക്രിസ്തുവിനെ ഏറ്റുപറയാൻ, ഇനി മുതൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് ഏറ്റുപറയാനുള്ള ചങ്കൂറ്റവും ആത്മധൈര്യവും അഭിഷേകവും എല്ലാം ലഭിക്കുന്നത്. നഴ്സിംഗ് ഫീൽഡിലായിരിക്കുന്ന എല്ലാ മക്കളെയും, അതുപോലെ തന്നെ പരീക്ഷാ ബുദ്ധിമുട്ടുള്ള എല്ലാ മക്കളെയും, പരീക്ഷയിൽ തോറ്റുപോകുന്ന മക്കളെയും, സപ്ലിയാൽ വളരെ സങ്കടപ്പെടുന്ന മക്കളുടെ എല്ലാം നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് മെർലിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം. എൻ്റെ പേര് റോബിൻ എന്നാണ്, റോബിൻ തോമസ്. ഞാൻ അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ നിന്ന് വരികയാണ്. 2024 ജൂൺ മാസം ഞാൻ നിങ്ങളെപ്പോലെ ഇവിടെ വന്നു പ്രാർത്ഥിക്കുവാനും ഉടമ്പടി എടുക്കുവാനും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ കൃപാസനം ഇവിടെ ആദ്യം വലിയ ഭക്തിയൊന്നുമില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ കേൾക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു എഗനിസ്റ്റായിട്ട് അച്ഛനും ജോസഫ് അച്ഛനൊക്കെ എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ കൃപാസനം പത്രമൊക്കെ ആൾക്കാർ കൊണ്ട് തരികയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വായിക്കാറൊന്നുമില്ല, മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് ഇതിലെന്തോ ഒരു വ്യത്യാസമുണ്ട് എന്നെനിക്ക് തോന്നി. അങ്ങനെ മാതാവിൻ്റെ ഒരു വലിയ ഭക്തനാണ് ഞാൻ ചെറുപ്പം മുതലേ. അപ്പോൾ ഞാനിവിടെ ജൂൺ 2024 ഇവിടെ വരികയും ഇവിടെ പ്രാർത്ഥിക്കുകയും ഇവിടെ ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ് മുകളിലായിരുന്നു. അപ്പം ഞാൻ പുറത്തുനിന്ന് വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ചൂടായിട്ട് തോന്നി. അപ്പം ഈ ഒത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 2:30 ഞങ്ങൾക്ക് സമയം ഈ ഉടമ്പടി എടുക്കാൻ. അപ്പം എനിക്ക് മുകളിൽ ചെന്ന് ഇത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര അസ്വസ്ഥത തോന്നി. അപ്പോൾ എനിക്ക് എങ്ങനെയും പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടെ വലിയ വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ വഴി ഒരു അച്ഛനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവിടെ ഉടമ്പടി എടുക്കാൻ. അപ്പോൾ അച്ഛൻ എന്നോട് ഒരു അനുഭവസാക്ഷ്യം പറഞ്ഞു. അച്ഛൻ്റെ ബന്ധുക്കാരൊരാൾ അമേരിക്കയിലുണ്ട്. ആ കൊച്ചിന് ഉടമ്പടി പ്രാർത്ഥന എടുത്തത് വഴിയായി സൗഖ്യം കിട്ടി. അപ്പോൾ എനിക്ക് മാതാവ് ഒരു ഉറച്ച ബോധ്യം തന്നു, ഉടമ്പടി എടുക്കണം. അപ്പം ഞാൻ കഷ്ടപ്പാട് സഹിച്ച് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവിടെ സിസ്റ്ററിൻ്റെ അടുത്ത് പോയി. എനിക്ക് ദൈവകൃപയാൽ തിരിക്കാല് കിട്ടി. ഞാൻ ആ ഗ്രൂപ്പിൻ്റെ മുമ്പിൽ തിരിക്കാലുമായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് അമേരിക്കയ്ക്ക് പോയി. അപ്പോൾ ഞാൻ ഒരു നിയോഗം വെച്ചത് എനിക്കൊരു താൽക്കാലികമായ ഒരു ജോലിയായിരുന്നു അമേരിക്കയിലുണ്ടായിരുന്നത്. അപ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നാണ് ഞാൻ ഒന്നാമത്തെ നിയോഗം വെച്ചത്. ഞാൻ തിരിച്ച് അമേരിക്കയിൽ ചെന്നു. ഞാനിവിടുന്ന് മാതാവിൻ്റെ 2 രൂപം മേടിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പം ഒന്നൊരു മിണ്ടാമഠത്തിലെ സിസ്റ്റർ പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് പോയതാണ്. അതുപോലെ എണ്ണ മേടിച്ചു, ഓയിൽ മേടിച്ചു, പത്രമൊക്കെ മേടിച്ചുകൊണ്ട് പോയി. അപ്പം ഞാനത് അവിടെ ചെന്ന് ആദ്യം ജോലിക്ക് കയറുന്ന ദിവസം രാവിലെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ജോലിക്ക് കയറിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 5 മണിക്ക് എണീറ്റു. നെറ്റിയിൽ ഉടമ്പടി തൈലം തേച്ച് നെറ്റിയിൽ തെച്ച് 5 മണിക്ക്
ഉടമ്പടി എടുത്തു. 8 മണിക്ക് ജോലിക്ക് കയറി. വീട്ടിൽ ഇരുന്നുള്ള താൽക്കാലിക ജോലിക്ക് കയറിയപ്പം എനിക്ക് ആദ്യം കിട്ടിയ മെസ്സേജ് ഈ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വിശ്വാസം കുറച്ച് കുറഞ്ഞു. ഉടമ്പടി സത്യമാണോ എന്നൊരു ബോധ്യം എനിക്ക് അന്നേരം തോന്നി. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇനി ഉടമ്പടി പ്രാർത്ഥനയൊന്നും ചെയ്യുന്നില്ല, എൻ്റെ ജോലി പോയെന്ന് പറഞ്ഞു. അപ്പം അവൾ പറഞ്ഞു, പറ്റത്തില്ല, നമ്മൾ 90 ദിവസം എടുക്കണം. ഞാൻ അങ്ങനെ ചില ദിവസം രാവിലെ മടി പിടിച്ച് കിടക്കും. 4:50 ക്ലോക്കിൽ അലാറം അടിക്കും. അവൾ പറയും പ്രാർത്ഥനയ്ക്ക് സമയമായി, എണീക്കണം. അങ്ങനെ ഉടമ്പടി പ്രാർത്ഥന ചെയ്ത് 90 ദിവസം ഉടമ്പടി പ്രാർത്ഥന ചെയ്തു. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ജോസഫ് അച്ഛൻ്റെ ധ്യാനം യൂട്യൂബിൽ അച്ഛൻ പറയുന്നുണ്ട്, നമ്മൾ ഉടമ്പടി സെക്കൻഡ് സാറ്റർഡേ കേൾക്കണം. അപ്പോൾ ഞങ്ങളത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ നിയോഗം നടന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓഗസ്റ്റ് 30 ഒരു ഡേറ്റ് ഇട്ടു. എനിക്കൊരു പെർമനൻ്റ് ജോലി തരണം. പരിശുദ്ധ അമ്മയുടെ, കൃപാസന അമ്മയുടെ ശക്തമായ ഇടപെടലുണ്ടായി. ഓഗസ്റ്റ് 24 എനിക്ക് പെർമനൻ്റ് ആയിട്ടൊരു ജോലി കിട്ടി. ഞാൻ ആ ജോലിയിൽ കയറുകയും ഇന്ന് ഞാൻ അമേരിക്കയിൽ നിന്ന് വരുമ്പം എനിക്ക് ആ ജോലി ദൈവകൃപയാലുണ്ട്. അതിന് വേറൊരു സാക്ഷ്യം കൂടിയുണ്ട്. കൃപാസനം അമ്മ ചെയ്തത്, പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ കയറിയപ്പം വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന എല്ലാവരോടും തിരിച്ച് ജോലി സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു. ദൈവകൃപ എന്ന് പറഞ്ഞാൽ കൃപാസനം മാതാവിൻ്റെയും ഈശോയുടെയും ഇടപെടൽ വഴിയായിട്ട് ഞങ്ങളുടെ ആ സെക്ഷനെ തിരിച്ചു വിളിച്ചില്ല, ഇന്നും തിരിച്ചു വിളിച്ചിട്ടില്ല. ഇനി കൃപാസനം അമ്മ ഇടപെട്ട് തിരിച്ചു വിളിക്കത്തില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ, ഉറച്ച വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുന്നു. അതിന് മാതാവിന് നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. അതുവഴി വീണ്ടും ഞാനിവിടെ നിന്ന് ഇച്ചിരി എണ്ണയും തേനും ഒക്കെ മേടിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ എനിക്ക് വളരെ കാലമായിട്ടൊരു 10 വർഷത്തോളം ഗ്യാസ്ട്രിക്കിൻ്റെ അസുഖമുണ്ട്. ഭയങ്കര സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഗ്യാസ്ട്രൈറ്റീസ് എന്നൊക്കെ ഡോക്ടർ പറയും. അപ്പോൾ ആ തേന് കഴിച്ചത് വഴിയും രാവിലെ എണ്ണ തേച്ചത് വഴിയായിട്ട് എൻ്റെ ആ ഗ്യാസ്ട്രൈറ്റീസ് പെർമനൻ്റായിട്ട് മാറിപ്പോയി. ഒരു 6 മാസത്തോളം ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. അപ്പം കൃപാസനം അമ്മയ്ക്ക് ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ കൃപാസനം മാതാവ് പ്രതീക്ഷീകരണം അത് ഉറച്ചതാണ്, അത് വിശ്വാസ സത്യമാണെന്ന് ഞാൻ ഈ ആൾത്താരയിൽ നിന്ന് പറയുമ്പം ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഈ കൃപാസനത്തിലൂടെ നമുക്ക് അനേകായിരം ദൈവാനുഗ്രഹം ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ മറ്റുള്ളവർക്ക് സാക്ഷികളായിട്ട് പറയുമ്പം ഞാനതുപോലെ ഇവിടെ ഈ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് കാണുന്നവരോടൊക്കെ പറയും. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നപ്പോൾ അനുഭവസാക്ഷ്യം പറയുന്ന ഒരാളോട് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു കൊടുത്തു. അതുവഴിയായിട്ട് ഒത്തിരി പേര് ഇവിടെ പലരും വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന് ഒരു സാക്ഷിയായിട്ട് ദൈവം ഉയർത്തിയതിന് അമ്മയ്ക്ക് നന്ദി പറയുന്നു. മറ്റ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളൊരു ജോലി ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു അസ്വസ്ഥത വന്നപ്പം ഞങ്ങൾ ആ ഉപ്പ് വെതറി പ്രാർത്ഥിച്ചു. അതുവഴിയായിട്ട് അവിടെ ഉണ്ടായിരുന്ന അസ്വസ്ഥത മാറുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇന്നും ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയ കൃപാസന മാതാവിൻ്റെ രൂപം ഞങ്ങളുടെ പ്രാർത്ഥനാ മുറി, ഞങ്ങളുടെ ബെഡ് മുറിയിലുണ്ട്. ഞങ്ങൾ ജപമാല എന്നും ചെല്ലുമ്പം ഞങ്ങൾ അവിടെ തിരികെത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കും. അതുവഴിയായി എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും മാതാവ് ഈശോയുടെ കൂടെ, മാതാവ് ഈശോ പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എപ്പോഴും മുമ്പിൽ നിന്നൊരു സ്ഥലമായിട്ട് ഞങ്ങളെ നയിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ കഴിയും. അത് ഞാൻ ഞങ്ങളുടെ സാക്ഷ്യമായിട്ട് ഇവിടെ പറയുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപാസന ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് മാതാവും ഈശോയും തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ അനേക പേർക്ക് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട്. ഒരു പരിധിവരെയും ആരും അറിയരുതെന്ന് ഉദ്ദേശിക്കും, പക്ഷേ കാരുണ്യപ്രവൃത്തികൾ ചെയ്യാറുണ്ട്. അനേകർക്ക് ഞങ്ങൾ വഴിയായിട്ട് ജോലികൾ മേടിച്ചു കൊടുക്കാൻ, ഈ ജോലി തന്നെ ഇപ്പോൾ ഒരു 10ഓളം പേർക്ക് ഞങ്ങൾ വീട്ടിലിരുന്ന വൈഫുണ്ട് കൂടെ, അപ്പം അവർ അതുവഴിയായിട്ട് 10ഓളം പേർക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ, അതുപോലെ മറ്റുള്ള സാമ്പത്തിക മേഖലകളിൽ ശുശ്രൂഷിക്കാൻ, അതുപോലെ മറ്റുള്ള അനേകം ശുശ്രൂഷകൾ ഞാൻ എൻ്റെ മഹത്വത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, ദൈവമഹത്വത്തിന് വേണ്ടി അനേകം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെയെല്ലാം ശക്തമായിട്ട് കൃപാസനം മാതാവ് ഈശോയിലൂടെ അമ്മ പറയുന്നത്, അവൻ പറയുന്നത് പോലെ ചെയ്യുക, അച്ഛൻ പറയുന്നത് പോലെയൊക്കെയും ഈശോ പറയുന്നത് പോലെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ, അബ്രഹാം 99 വയസ്സ് വരെ കാത്തിരുന്നു ഒരു മകനെ ലഭിക്കാൻ വേണ്ടി. ആ മകൻ അനുഗ്രഹമായി മാറി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ നാളെ ദൈവം തരും. കാരണം ദൈവവും മാതാവും നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഉള്ളവരാണ്. അപ്പം നിങ്ങൾ നിരാശപ്പെടരുത്, നമുക്ക് അനുഗ്രഹം ലഭിച്ചിരിക്കും. നമ്മൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മത്തായി
7:7 പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചോദിക്കുന്ന അനുഗ്രഹം എന്ത് ചോദിച്ചോ അത് ദൈവം നമുക്ക് തരും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം നമുക്ക് അനുഗ്രഹം ദൈവം തരും. ആരും നിരാശപ്പെടരുത്, എപ്പോഴും സന്തോഷിക്കണം. നിരാശ സാത്താൻ തരുന്നതാണ്. നമ്മൾ സന്തോഷിക്കണം. നമുക്ക് ഈ അനുഗ്രഹം കിട്ടി എന്ന് കണ്ടുകൊണ്ട് നമ്മൾ സന്തോഷിക്കുമ്പം നമുക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടും. ദൈവത്തിന് നന്ദി, മഹത്വം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. റോബിൻ എന്ന ഈ സഹോദരൻ ഉടമ്പടി ചെയ്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അദ്ദേഹത്തിനുണ്ടായ ദൈവാനുഭവം ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചതിനെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ ഏറ്റുപറയുന്നത്. താൻ ഒരു താൽക്കാലിക ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ കൃപാസനത്തെക്കുറിച്ച് വളരെയധികം ക്രിറ്റിസിസം കൂടി ഉള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അങ്ങനെ ഒരുപാട് ക്രിറ്റിസിസം ഉള്ളവരാണ് ഇന്നിവിടെ വന്ന് ഒരുപാട് മക്കളിവിടെ വന്ന് അൾത്താരയിൽ കയറി നിന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന് ഏറ്റുപറയുന്നതിൽ കേൾക്കുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ദൈവം ദുഷ്ടനെയും ശിഷ്ടനെയും ഒരുപോലെ സ്നേഹിക്കുന്നു, മഴ പെയ്യ്ക്കുന്നു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവസ്നേഹം അനന്തമാണ്, അതെന്നും പുതിയതാണ്. അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല എന്ന് വചനങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഉടമ്പടി ചെയ്തു തുടങ്ങിയ പ്രാർത്ഥിച്ചു തുടങ്ങിയ അന്ന് തന്നെ കിട്ടിയ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് അടിയായിരുന്നു തൻ്റെ താൽക്കാലിക ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത. പക്ഷേ നിരാശനായ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി പറഞ്ഞത്, നമുക്ക് 90 ദിവസത്തേക്കാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്, നമുക്കിത് ശക്തമായി തന്നെ പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലായത് 90 ദിവസത്തിന് മുൻപ് തന്നെ, ഉടമ്പടി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഒരു പെർമനൻ്റ് ജോലി നൽകി പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അനുഗ്രഹം നൽകി എന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. നമ്മുടെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ വരുമ്പോൾ ഉടനെ ഉപേക്ഷിച്ചു പോകാനുള്ളതല്ല ഉടമ്പടി. ഉടമ്പടി എന്ന് നമ്മൾ ജോസഫ് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നത് മറ്റ് നൊവേന പ്രാർത്ഥനകൾ പോലെയല്ല, അത് ദൈവത്തോടാണ് നമ്മുടെ എഗ്രിമെൻ്റ്. ഉടമ്പടി ചെയ്യുമ്പോൾ അത് ശക്തമായും കൃത്യമായും വിശ്വസ്തയോടും ചെയ്യാനുള്ള കൂടിയുള്ളതാണെന്ന് അദ്ദേഹത്തിന് ഈ ജീവിതത്തിലൂടെ മനസ്സിലായത് ഈ ഒരു താൽക്കാലിക ജോലിയിൽ നിന്ന് പെർമനൻ്റ് ജോലി അമേരിക്കയിൽ ലഭിച്ചതിലൂടെയാണ്. അതുപോലെ അദ്ദേഹം ഏറ്റുപറയുന്നത് അദ്ദേഹത്തിനൊരു ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് വളരെ ചെറുപ്പം മുതലുണ്ടായതാണ്. ഉടമ്പടി ചെയ്ത് വളരെ പെട്ടെന്ന് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അദ്ദേഹത്തിന് അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു എന്ന് ഏറ്റുപറയുന്നു. സൗഖ്യവും സമാധാനവും എല്ലാത്തിലുമുപരി ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് ഉന്നതങ്ങളിലേക്ക് നിത്യതയിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുന്നു. പരിശുദ്ധ അമ്മ അദ്ദേഹത്തെ കൈപിടിച്ച് നടത്തുന്നു. ഒരുപാട് നല്ല സഹോദരങ്ങൾ, നല്ല കൂട്ടുകാർ ലോകം മുഴുവനിലേക്കും ആരെയൊക്കെ കണ്ടോ ഉടനെ മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് സംസാരിക്കുവാനുള്ള അഭിഷേകം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ എല്ലാവരുടെയും ഉടമ്പടി ജീവിതം അങ്ങനെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. പ്രവാസികളായി കഴിയുന്നവർക്കുള്ള എല്ലാ സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോടെ നമുക്ക് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ആൻമേരി ജോസഫ്, ഇതെൻ്റെ ഹസ്ബൻഡ് ജോം കുര്യൻ. ഞങ്ങൾ വരുന്നത് കാനഡയിലെ ഹാമിൽട്ടൺ സെയിൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. 2023 ഞാൻ ഉടമ്പടി എടുത്തത്. അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലാൽ എനിക്ക് കാനഡയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പഠിക്കാൻ പോകാൻ സാധിച്ചു. 2 വർഷത്തെ പഠനം ഏറ്റവും ഭംഗിയായിട്ട് പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ, ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ബലത്തിൽ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. അധികം താമസിയാതെ തന്നെ എനിക്ക് അവിടെ പാർട്ട് ടൈം ജോലി കിട്ടി. ഞാൻ ചെന്ന ഉടനെ തന്നെ വിത്തിൻ 3 months എനിക്ക് പാർട്ട് ടൈം ജോലി കിട്ടി. പാർട്ട് ടൈം ജോലി കിട്ടാൻ തന്നെ വളരെ പാടുള്ളൊരു സമയമായിരുന്നു. പക്ഷേ എന്നാലും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതാൽ, ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്താലൊക്കെ എനിക്ക് പാർട്ട് ടൈം ജോലി കിട്ടി. അതിനുശേഷം ഈ പഠനം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ സ്ഥിരമായൊരു പെർമനൻറ്റ് ജോലി ഗുഡ് ഷെഫേർഡ് ഹാമിൽട്ടൺ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാത്തലിക് ഓർഗനൈസേഷനിൽ കേസ് മാനേജർ എന്നുള്ള റോളിൽ എനിക്ക് ജോലി ലഭിച്ചു. ഇൻ്റർവ്യൂ ഓൺലൈൻ ആയിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂ. ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും പുരട്ടി പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ തേൻ ഭക്ഷിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ശക്തമായ ഇടപെടൽ മാത്രമാണ് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചത്. അതിനുശേഷം നല്ല രീതിയിൽ ജോലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ അടിവയറ്റിൽ വളരെ ശക്തമായൊരു വേദനയുണ്ടായിരുന്നു. ഞാൻ ലിഫ്റ്റിംഗ് ഉള്ളൊരു പാർട്ട് ടൈം ജോലിയാണ് ചെയ്തത്, കുറച്ച് ലേബറായിട്ടുള്ളൊരു പാർട്ട് ടൈം ജോലിയാണ് ചെയ്തത്. അപ്പോൾ വേദന ശക്തമാവുകയും ഞാൻ വർക്ക് ചെയ്തിരുന്ന അവിടെ നിന്ന് തന്നെ എന്നെ എമർജൻസി ആയിട്ട് അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. ഡോക്ടർമാർ പറഞ്ഞത് അപ്പൻഡിക്സ് റപ്ചർ ആയിരിക്കും, നമുക്ക് ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും വിദേശ നാട്ടിൽ എനിക്ക് ആ സമയത്ത് ഒരു ഇൻഷുറൻസ് ഇല്ലായിരുന്നു. കാരണം എൻ്റെ ക്ലാസ് തുടങ്ങുന്നത് ജനുവരി മാസത്തിലും ഞാൻ അഡ്മിറ്റ് ആയത് ഡിസംബർ ലാസ്റ്റ് വീക്കാണ്. അപ്പോൾ എനിക്ക് ആക്റ്റീവായിട്ടൊരു ഇൻഷുറൻസ് കാനഡയിലില്ലായിരുന്നു. വിദേശ നാടുകളിൽ പ്രത്യേകിച്ച് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മളെല്ലാം നമ്മുടെ പോക്കറ്റിൽ നിന്ന് പേ ചെയ്യണം. ഏകദേശം $3000 നാട്ടിൽ 2 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നൊരു ബില്ലാണ് എനിക്കന്ന് വന്നത്. മാതാവിൻ്റെ ശക്തമായ മധ്യസ്ഥാൽ എനിക്ക് അന്ന് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞിരുന്നത് അപ്പൻഡിക്സ് റപ്ചറാണ്, നമുക്കൊരു ഓപ്പറേഷൻ വേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഈ നാട്ടിൽ വേറെ ആരുമില്ല, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം ഉടമ്പടി എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, വേറെ ആരും എനിക്ക് പറയാനോ അഡ്വക്കസി ചെയ്യാനോ ഇല്ല, മാതാവ് തന്നെ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. CT സ്കാനിൽ എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, അത് മസിൽ ക്രാമ്പ് പെയിൻ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ബില്ല് എൻ്റെ വീട്ടിലെ അഡ്രസ്സിലേക്ക് വന്നു. ഈ $3000 ബില്ല് ഞാൻ എങ്ങനെ അടക്കുമെന്ന് ഓർത്ത് വിഷമിച്ചു. ഞാൻ ഹോസ്പിറ്റലിലും എൻ്റെ കോളേജിലൊക്കെ ഞാൻ പോയി. ആ കോളേജിലെ സ്റ്റുഡൻറ്റ് അഡ്വൈസർ പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്ന ജനുവരിയിലാണ്, നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് ഡിസംബറിലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി, പ്രത്യേകമായിട്ട് ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഈ ഓഫീസേഴ്സിനും സ്റ്റുഡൻറ്റ് അഡ്വൈസറിനും ഒരു നല്ല ബുദ്ധി കൊടുക്കണമേ, എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല, ഫീസ് നമ്മൾ തന്നെ പാർട്ട് ടൈം ചെയ്ത് അടയ്ക്കണം, നാട്ടിൽ ലോൺ അടയ്ക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ശക്തമായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ സ്റ്റുഡൻറ്റ് അഡ്വൈസർ തന്നെ അന്ന് തന്നെ എന്നോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രീ അറൈവൽ ഇൻഷുറൻസ്. പ്രീ അറൈവൽ ഇൻഷുറൻസിന് താങ്കൾ എലിജിബിളാണ്, നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 1.5 മാസത്തോളം കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും എൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, $1 പോലും കൊടുക്കാതെ ആ ഇൻഷുറൻസ് പേയ്മെൻറ്റ് ഫുൾ എൻ്റെ കോളേജ് കവർ ചെയ്തു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥൽ മാത്രമാണ്. അതൊരു രോഗസൗഖ്യം കൂടിയാണ്, കാരണം ഡോക്ടർമാർ പറഞ്ഞത് അപ്പൻഡിക്സ് ആയിരിക്കും, അതിന് ഓപ്പറേഷൻ വേണ്ടി വരുമെന്നൊക്കെയാണ്. പക്ഷേ എല്ലാം വളരെ ലൈറ്റായിട്ട്, എല്ലാം വളരെ ശക്തമായിട്ട് മാതാവ് ഇടപെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ എന്നെ ശുശ്രൂഷിക്കാൻ വന്ന ഡോക്ടറിൻ്റെ പേര് മേരി എന്നായിരുന്നു. അതൊക്കെ തന്നെ വലിയൊരു അടയാളമായി തീർന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജോമാണ്. ജോം ഓൾറെഡി കാനഡയിലുണ്ട്. ഈ വർഷം ജോം ചെന്നിട്ട് 8 വർഷമായി. എനിക്ക് ഈ വർഷം 30 വയസ്സാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ 30 വയസ്സ് കഴിഞ്ഞ് പോകല്ലേ, എനിക്ക് വിവാഹത്തിനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വിശുദ്ധിയുള്ള, പ്രാർത്ഥനയോട് ആഭിമുഖ്യമുള്ള, പരിശുദ്ധ അമ്മയോടും പ്രത്യേകിച്ച് ഉടമ്പടിയോടും ആഭിമുഖ്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു ആലോചന വരണേന്ന്. എൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരുന്നു. കാരണം നമ്മൾ പലരോട് സംസാരിച്ച് വരുമ്പോഴേക്കും നമ്മളുടെ ഈ പ്രാർത്ഥനാ ജീവിതമൊക്കെ മാനിക്കാത്തവരായിരിക്കും പലരും. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നിയിരുന്നു, മാതാവേ എൻ്റെ ജീവിത പങ്കാളി എവിടെയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതോ ഇനി എനിക്ക് കുടുംബജീവിതമാണോ എൻ്റെ വിളി എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. അതിനുശേഷം ജോമിൻ്റെ ആലോചന ഡിസംബർ 2025 ലാസ്റ്റ് എനിക്ക് വന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ജോമിനോട് സംസാരിച്ച ശേഷം എനിക്ക് ഒത്തിരി മനസ്സിലായ ഒരു കാര്യം, ജോമിൻ്റെ പ്രൊഫൈലിൽ എഴുതിയിരുന്ന ഒരു കാര്യം, പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുന്ന, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാകണമെന്നാണ്. അതെന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ സംസാരിക്കുകയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം 3-ാമത്തെ ദിവസം തൊട്ട് ഞങ്ങൾ കരണക്കൊന്ത് ഒരുമിച്ച് ചെല്ലാൻ തുടങ്ങി. എനിക്ക് ജോമിൻ്റെ ആലോചന വന്ന ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ എനിക്കിതിൽ കാണാൻ സാധിച്ചു. ഞാൻ താമസിച്ചിരുന്നത് പള്ളിയിലേക്ക് 7 മിനിറ്റ് കഷി നടക്കാൻ മാത്രം ദൂരമുള്ളൊരു വീടാണ്. അത്രയും അടുത്തായിരുന്നു എനിക്ക് വീട് ലഭിച്ചത്. ഞാൻ അവിടുത്തെ നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ ഇത് തന്നെയാണോ എൻ്റെ ജീവിത പങ്കാളി. അപ്പോൾ ശക്തമായൊരു സ്വരം എനിക്ക് കേൾക്കാൻ സാധിച്ചു ഈശോയുടെ എഴുന്നള്ളിച്ച് വെച്ചിരുന്ന രൂപത്തിൽ നിന്ന്. നിന്നോട് കൂടി പ്രാർത്ഥിക്കാനായിട്ട് ഒരാളെ നീ ചോദിച്ചു, ഇത് ഞാൻ തരുന്നത് നിനക്ക് വേണ്ടി നിന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കേട്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനുഷ്യനെ ജീവിത പങ്കാളിയായിട്ട് കിട്ടണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, എൻ്റെ ഹസ്ബൻഡിൻ്റെയും അമ്മയും ഉടമ്പടിയിലാണ്. അമ്മയും ആഗ്രഹിച്ചിരുന്ന പോലെ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എനിക്ക് മകളായിട്ട് കിട്ടണമെന്ന് അമ്മയെ ആഗ്രഹിച്ചത്. അതുപോലെ നമുക്ക് കിട്ടി. ഞാനിപ്പോൾ അത്ഭുതത്തോടെ നോക്കി കാണുന്ന ഒരു കാര്യം, ഞാൻ കല്യാണം കഴിച്ചിരുന്ന വീട്ടിൽ 5 മണിക്ക് എല്ലാവരും എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നു. വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയോടൊപ്പം, സന്ധ്യാപ്രാർത്ഥനയോടൊപ്പം പച്ചത്തിരി കത്തിച്ച് വൈകുന്നേരത്തെ പ്രാർത്ഥനയും ചൊല്ലുന്നു. ഇത് ശക്തമായ മധ്യസ്ഥം കൊണ്ട് മാത്രമാണ്
മെയ് മാസത്തിൽ തന്നെ, മാതാവിൻ്റെ വണക്കമാസത്തിൽ തന്നെ വിവാഹം നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ മെയ് 25 കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഏറ്റവും ഭംഗിയായിട്ട് മെയ് 18-ാം തീയതി മനസ്സമ്മതവും മെയ് 25-ാം തീയതി വിവാഹവും ഏറ്റവും ഭംഗിയായിട്ട് മാതാവ് നടത്തി തന്നു. കാനായിലെ കല്യാണം പോലെ മാതാവെ നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അത് വളരെ ഭംഗിയായിട്ട്, ശരിക്കും പറഞ്ഞാൽ അച്ഛൻ നമ്മുടെ ധ്യാനത്തിലൊക്കെ പറയുന്നതാണ് ലൈറ്റ് വെയ്റ്റ് പോലെ ഒരു കല്യാണം നടത്തെങ്കിൽ എത്രയെത്ര ചിലവുകളും തടസ്സങ്ങളും പല പല കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ഞങ്ങളുടെ വിവാഹം, സ്പെഷ്യലി ആ കുർബാനയെല്ലാം വളരെ സ്വർഗീയമായിട്ട് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന ഉടനെ ഞങ്ങൾ പറഞ്ഞത് വിവാഹത്തിൻ്റെ ആ കുർബാന തന്നെ വളരെ അഭിഷേകമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയെന്ന്. അതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം. അതിനുശേഷം ഞങ്ങൾ കാനഡയിൽ ഡ്രൈവിംഗ് ലൈസൻസ് 3 ലെവലാണ്, G1, G2, G. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഞാനൊരു സോഷ്യൽ വർക്കറാണ്, അപ്പോൾ എന്തായാലും എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ചെയ്യുന്ന ജോലിക്കും ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമുള്ളതായിരുന്നു. G1, G2 കിട്ടുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞാൻ പോയിരുന്നു, മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ അവിടെ വിതറി പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് G1 കിട്ടി. ജോമും ഞങ്ങൾ പോരുന്നതിൻ്റെ തലേ ദിവസം മെയ് മാസം 2-ാമത്തെ ആഴ്ച അവിടുത്തെ ഏറ്റവും വലിയ ലൈസൻസ് ആയിട്ടുള്ള, ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള ഹൈവേയിൽ ഓടിക്കാൻ പറ്റുന്ന ലൈസൻസ് ജോമിന് കിട്ടി, G ലൈസൻസ് കിട്ടി. പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമാണിത്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അവിടെ പറയുകയാണെങ്കിൽ, കാനഡയിൽ ചെന്നപ്പോഴേക്കും എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഇവിടുത്തെ പോലത്തെ ശുശ്രൂഷകൾ ചെയ്യണമെന്ന്. ലീജൻ ഓഫ് മേരി എന്നുള്ള സംഘടനയിൽ ചേർന്നതിന് ശേഷം അതിന് വളരെ വലിയൊരു വഴി തെളിഞ്ഞു വന്നു. കാരണം നമുക്ക് ഒറ്റയ്ക്ക് അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷനുണ്ട്. നമുക്ക് ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് കയറി പോകാനോ അങ്ങനെയൊന്നും സാധിക്കില്ല. ലീജൻ ഓഫ് മേരിയിൽ ചേർന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി യൂക്രിസ്റ്റ് മിനിസ്റ്റർ എൻ്റെ ഈ കൈകൊണ്ട്, എൻ്റെ അയോഗ്യത നിറഞ്ഞ ഈ കൈകൊണ്ട് ഈശോയെ കൊടുക്കാനായിട്ട് സാധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമ്പുരാൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ശക്തമായ ഇടപെടൽ മാത്രമാണ്. അവിടെ അങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. മാത്രമല്ല അനുദിന വിശുദ്ധ കുർബാന, ഞാൻ താമസിക്കുന്നത് നേരത്തെ മിസിസാഗയിലായിരുന്നു, ടൊറൻഡോയ്ക്ക് അടുത്ത്. ഇപ്പോൾ ഞാൻ ഹാമിൽട്ടണിലാണ്, നയാഗ്രയുടെ അടുത്ത്. വിശുദ്ധ കുർബാന എല്ലാ ദിവസവും അവിടെ കൂടാൻ സാധിക്കുമെന്ന് ഞാൻ തന്നെ ഒരു തെളിവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സുണ്ടെങ്കിൽ നമുക്ക് രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ അവിടെ വിശുദ്ധ കുർബാനയുണ്ട്. അപ്പോൾ ആരെങ്കിലും കാനഡയിൽ പോയിട്ട് പറയുകയാണ്, ഇവിടെ വന്നിട്ട് പറയുമോ, നിങ്ങളെ വിളിച്ച് പറയുക ചെയ്യുകയാണ്, ഇവിടെ കുർബാനയൊന്നും കാണാൻ പറ്റുന്നില്ല, ഇവിടെ ഭയങ്കര തിരക്കാണെന്ന് പറയാൻ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ ഇടവിട്ട് വിശുദ്ധ കുർബാനയുള്ള സ്ഥലങ്ങളും എനിക്ക് കാണാൻ സാധിച്ചു. മാത്രമല്ല കുറേ പള്ളികളുമുണ്ട് നമുക്ക്. അപ്പോൾ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ടുള്ളൊരു സാഹചര്യം അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ലീജൻ ഓഫ് മേരി വഴിയായിട്ടും വിൻസെൻ്റ് പോൾ അങ്ങനെയുള്ള സംഘടനകളിൽ ചേർന്നതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം മുന്നോട്ട് പോകാനും സാധിച്ചു. ഇവിടത്തേലും ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് പരിശുദ്ധ അമ്മ ഇടപെടുന്നുണ്ട്. പിന്നെ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, വൈകിട്ടത്തെ പ്രാർത്ഥനകൾ, ഇപ്പോഴത്തെ ഡെയിലി ബ്രെഡ്, അവിടെ 12 മണിക്കൂറോളം നമുക്ക് സമയ വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഡെയിലി ബ്രെഡ് എന്നുള്ള ബ്ലെസ്സിങ് അത് വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ഈ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളുടെ സമയത്തൊക്കെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങളാണ് അച്ഛൻ തരുന്നത്. പ്രത്യേകിച്ച് അച്ഛൻ പറയും, വിവാഹത്തിനൊരുങ്ങുന്ന, വിവാഹത്തിലേക്ക് നിശ്ചയിക്കാൻ വീട്ടിലേക്ക് പോകുന്നവർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴേക്കും നമുക്ക് വേണ്ടിയാണ് അന്നത്തെ ബ്ലെസ്സിങ് നമുക്ക് തോന്നിപ്പോവും. അത് പരിശുദ്ധ അമ്മയുടെയും ദൈവവചനത്തിൻ്റെ ശക്തമായ ഇടപെടലാണ്. അരമണിക്കൂർ ബൈബിൾ വായിക്കുക എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ തോന്നും അത് വളരെ പ്രയാസകരമായൊരു കാര്യമാണെന്ന്. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ പറയാം, ആ ബൈബിൾ വായനയിലൂടെ നമ്മുടെ സ്വഭാവ രൂപീകരണം തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ദൈവകൃപയാൽ എനിക്ക് 3-ാമത്തെ പ്രാവശ്യം ബൈബിൾ പൂർണ്ണമായിട്ട് വായിക്കാനുള്ളൊരു സാഹചര്യം ഉടമ്പടിയിലൂടെ ലഭിച്ചു. അതോടൊപ്പം തന്നെ അവിടെ കുറേ മെൻ്റൽ ഹെൽത്ത് അഡിക്ഷൻ, ആ ഒരു മെൻ്റൽ ഹെൽത്ത് അഡിക്ഷൻ ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ പേരെ കാണാൻ സാധിക്കും, തെരുവിലുള്ളവർ ഈ -30, -35 ഡിഗ്രിയിലൊക്കെ തണുത്ത് വിറച്ച് സ്ട്രീറ്റിൽ കിടക്കുന്നവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാപ്പി ചിലപ്പോൾ അവർക്ക് മേടിച്ചു കൊടുക്കുന്ന നമ്മുടെ ഇത് $2 പോവുള്ളായിരിക്കും. പക്ഷെ എന്നാലും അത് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ആശ്വാസം. അപ്പോൾ അത് നമ്മളും കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ കഴിവോ എൻ്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം കൊണ്ടോ അല്ല, നമുക്ക് മാതാവും ഈശോയും തരുന്ന ഒരു ഇൻസ്പിറേഷനാണത്. അവിടെ നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് സാലറി കിട്ടും. അതിൽ ഏകദേശം ഒരു 10% പള്ളിക്ക് കാരുണ്യ പ്രവർത്തനം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. അതിനുശേഷം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചൊവ്വാഴ്ചകളുടെ ധ്യാനം, അതോടൊപ്പം തന്നെ സാക്ഷ്യങ്ങൾ, ഇതെല്ലാം എൻ്റെ വാട്സപ്പിലൂടെ ഞാൻ ഷെയർ ചെയ്യും. വാട്സപ്പാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ.
പിന്നെ ഞാൻ ജോലി സ്ഥലത്തേക്ക് എൻ്റെ ബൈബിൾ ഞാൻ കൊണ്ടുപോകും. അത് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല. ജോമു പലപ്പോഴും അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പോകുമ്പോഴും എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടാവും. അതെൻ്റെ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വയ്ക്കും. കാരണം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന പലരും ആ നാട്ടിലുണ്ട്. പലപ്പോഴും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഈശോയുടെ കൃപ കൊണ്ട് എൻ്റെ ബൈബിളോ ഈ പറഞ്ഞ കൊന്തയോ ഞാൻ കൊണ്ടു നടക്കുമ്പോൾ പലരും ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്? അത് തന്നെ നമുക്കൊരു കോൺവെർസേഷൻ തുടങ്ങാനുള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ്. ഈ പരിശുദ്ധ അമ്മയെ പറ്റി അറിയാത്തവരിപ്പോഴും ഉണ്ട്, ഈശോയെ പറ്റി അറിയാത്തവരിപ്പോഴും ഉണ്ട്. നമ്മുടെ ചെറിയ കോൺവെർസേഷനിലൂടെ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാനും ഈശോയെ പറ്റി പറയാനുള്ള സാഹചര്യങ്ങളാണ്. നമുക്ക് ചിലപ്പോൾ മൈക്കെടുത്ത് എപ്പോഴും പ്രസംഗിക്കാനൊന്നും സാധിക്കില്ല. ചിലർ പറയും, എങ്ങനെ നമുക്കിത് ചെയ്യാൻ സാധിക്കും? അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഓരോ ചെറിയ സാഹചര്യങ്ങളിലും നമുക്ക് സുവിശേഷ പ്രഘോഷണം ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ജെറമിയ 29:11. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിൻ്റെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ ജെറമിയ 29:11 വചനമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. മാതാവിൻ്റെ ഉടമ്പടിയിൽ മരണം വരെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഇനി അവിടെ ചെന്ന്, ഞങ്ങളിപ്പോൾ വെക്കേഷനാണ് നാട്ടിൽ വന്നത്, 7-ാം തീയതി ഞങ്ങൾ തിരിച്ചു പോകും, ജൂൺ 7-ാം തീയതി. അവിടെ ചെന്ന് വീണ്ടും ശക്തിയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും കാരുണ്യ പ്രവർത്തികളോടും ഉടമ്പടി ജീവിതവും മുന്നോട്ട് നയിക്കുവാനുള്ള കൃപ മാതാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം തിരുവചനം. കർത്താവെ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികങ്ങളായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ സ്നേഹത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിനെ അവിടുന്ന് അനുഗ്രഹിച്ചാലും അവൾ ആമേൻ എന്ന് ഏറ്റുപറഞ്ഞു. ആൻ മേരി ജോം എന്ന ഈ ന്യൂലി മാരീഡ് കപ്പിൾ ഇവിടെ വന്ന് അവരുടെ വലിയ ശ്രേഷ്ഠമായ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു ഉടമ്പടി കുടുംബത്തിൻ്റെ തറവാടിൻ്റെ അംഗങ്ങളായതിൻ്റെ സന്തോഷത്തെക്കുറിച്ചാണ് ഇന്ന് ആൻമേരിയുടെ വളരെ ശക്തമായി ഏറ്റുപറഞ്ഞത്. കാനഡയിൽ സോഷ്യൽ വർക്കറായി ഒരു പേസ് മാനേജറായി ജോലി ചെയ്യുന്ന ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഈശോയെ എന്തുമാത്രം കൈമാറാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ക്രിസ്തു സാക്ഷ്യമാണെന്ന് നമുക്കിതിനെ വിലയിരുത്താം. ഈ മകൾ ഇൻ്റർവ്യൂ പാസ്സാവുന്ന സമയത്തും മകൾക്ക് അപ്പൻഡിക്സ് റാപ്ചർ എന്ന് സംശയം തോന്നി അവിടെ ഉണ്ടാകുന്ന ഒരു പേയ്മെൻറ്റ് $3000, ഏകദേശം 2 ലക്ഷത്തിലധികം രൂപയുടെ ഒരു എക്സ്പെൻഡിച്ചർ വരുന്ന ഒരു പ്രീ അറൈവൽ അഡ്മിഷൻ, ഹോസ്പിറ്റൽ അഡ്മിഷൻ ഉണ്ടാകേണ്ടി വന്നപ്പോഴുള്ള ഒരു പെട്ടെന്നുണ്ടായ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് മകൾ ഏറ്റുപറയുകയുണ്ടായി. ഈ മകൾ തന്നെ പറയുന്നു, ഞാൻ നേർച്ച വസ്തുക്കൾ, വിശുദ്ധ തൈലം എൻ്റെ നെറ്റിയിൽ വരച്ചുകൊണ്ട്, കുരിശ് വരച്ചുകൊണ്ട് ഓഫീസേഴ്സിൻ്റെ നെറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് പോലെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവിടേക്ക് കയറി ചെല്ലുമ്പോഴാണ് മേരി എന്ന ഡോക്ടർ ഇവർക്ക് സാധ്യതകൾ പറയുന്നത്, ഇങ്ങനെ പ്രീ അറൈവൽ അഡ്മിഷന് ഈ കോളേജിൽ നിന്നുള്ള ഒരു ഇൻഷുറൻസ് പോളിസി, ഒരു ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളത്. മാതാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വഴികളും വിധികളും രീതികളും എത്ര വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉടമ്പടി ചെയ്ത ആളുകളെ പരിശുദ്ധ അമ്മ തന്നെയാണ് കൈപിടിച്ച് നടത്തുന്നത്. അതുപോലെ ഇവരുടെ മനോഹരമായ വിവാഹത്തെക്കുറിച്ച് ആൻമേരി വിവരിക്കുന്നത് എങ്ങനെയാണ്? സമയം അല്പം വൈകിയെങ്കിലും സമയം വൈകിട്ടൊന്നുമില്ല. സമയം വൈകിയെന്ന് ആൻമേരിക്ക് തോന്നുന്നു. പക്ഷേ ഒരു ഉടമ്പടി കുടുംബത്തിലേക്ക് 2 കുടുംബവും, ഇൻലോസിൻ്റെ 2 കുടുംബങ്ങളും ഉടമ്പടിയിൽ ശക്തമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ആൻമേരി ആഗ്രഹിച്ച വിധത്തിലുള്ള ഒരു ജീവിത പങ്കാളിയെ എപ്പോഴും രാവിലെ ഉണർന്ന് അവരുടെ പ്രപ്പോസൽ കണ്ടീഷൻസ് തന്നെ, ജോമിൻ്റെ കണ്ടീഷൻ അതായിരുന്നു, മരിയ ഭക്തിയുള്ള ഒരു ജീവിത പങ്കാളി വേണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ വിവാഹം നടക്കുമ്പോഴും മെയ് 25-ന് വളരെ ഫ്രഷ് ഹാൻഡ്സ് അവർ പറയുന്നു, മെയ് 25-ന് ഞങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് തോന്നിയ ഒരു വിവാഹ ചടങ്ങായിരുന്നു. പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹം പോലെ 2 കുടുംബങ്ങളെയും വളരെ ശക്തമായി സപ്പോർട്ട് ചെയ്ത് അവരെ ആ ഒരു മംഗളകരമായ കർമ്മം നടത്തുവാൻ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാമീപ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് മകൾ ഏറ്റു പറയുന്നു. ഇവർക്ക് കനേഡിയൻ ലൈസൻസ് 2 പേർക്കും, ഹെവി ലൈസൻസും അതുപോലെ തന്നെ അവിടുത്തെ G2 പാസ്സാകാനുള്ള ലൈസൻസ് എല്ലാം ഇവർക്ക് ലഭിച്ചത് വളരെ ഭാഗ്യമാണ്. അതെല്ലാം വളരെ പെട്ടെന്നാണ്. അതുപോലെ തന്നെ ഈ ആധ്യാത്മിക ജീവിതത്തിൽ അടിവെച്ച് ഇവരെ ഈശോ ക്ഷണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഒരു എക്സ്ട്രാ ഓർഡിനറി യുക്കറിസ്റ്റിക് മിനിസ്റ്ററായിട്ട് കനേഡിയൻ ചാപ്പലിൽ അവർക്ക്, ചർച്ചിൽ അവർക്ക് ഈശോയെ ഹോളി കമ്മ്യൂണിയൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്.
വളരെ വ്യക്തിപരമായി അറിയാവുന്നതുപോലെ വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ഒരു സെലക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അതുതന്നെയാണ് ഇവൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അസസ്മെൻറ്റ് കഴിയുമ്പോഴാണ് ഒരു യൂക്കറിസ്റ്റിക് മിനിസ്റ്റർ ആകാനുള്ള അവരുടെ വിളി അവർക്ക് ലഭിക്കുന്നത്. ഈശോയെ കയ്യിലെടുക്കാൻ ആഗ്രഹിക്കാത്ത ലോകത്തിലായി ആരും ഉണ്ടാവില്ല. അതുപോലെ ഇവർക്ക് അങ്ങനെയുള്ള ലീജിയൻ ഓഫ് മേരിയിലൂടെ അംഗമായിട്ട് സോഷ്യൽ വർക്ക് കണ്ടിന്യൂ ചെയ്യാനും ഈശോയെയും പരിശുദ്ധ അമ്മയെയും ജപമാല കൈപിടിച്ചുകൊണ്ടും ബൈബിൾ എന്താണെന്ന്, ഈശോ ആരാണെന്നും ലോകരക്ഷകനാണെന്നൊക്കെ ഏറ്റുപറഞ്ഞ് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ അണ്ടിൽ ക്രൈസ്റ്റ് ഫോംസ് ഇൻ മീ എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഈറ്റുനോവ് ഞാൻ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ്ലീഹയോടൊപ്പം ഇന്ന് മക്കൾക്ക് പറയാൻ സാധിക്കുന്നത് അന്യനാട്ടിൽ ഈശോയെ ഏറ്റുപറയുമ്പോഴാണ്. ആൻമരിക്കും ജോമിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നതോടൊപ്പം വിവാഹ തടസ്സങ്ങൾ ഏർപ്പെടുന്ന എല്ലാ യുവതിയുവാക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ജോലി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരെ, ലൈസൻസ് കിട്ടാത്തവരെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ പുതിയ കപ്പിളിനെ നമുക്ക് സന്തോഷപൂർവ്വം അഭിനന്ദിച്ചു. കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പരിപാവനമായ ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയണമെന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഞാൻ ആദ്യത്തെ സാക്ഷ്യത്തിലേക്ക് കടക്കാം. ഞാൻ 2008 B.Ed പാസ്സായ ഒരാളാണ്. അതിനുശേഷം 18 വർഷത്തോളമായി ഞാൻ പല പല സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നു. ഡെയിലി വേജസ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് സ്ഥിര ജോലിക്കായിട്ടുള്ള ചാൻസ് പലതവണ വന്നതാണ്. പല പ്രാവശ്യം വന്നിട്ടും അതെല്ലാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥിര ജോലിക്ക് വേണ്ടിയിട്ടുള്ള ചാൻസ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഈ പ്രാവശ്യം വെക്കുകയാണ്, അടുത്ത പ്രാവശ്യമാണ് പെർമനൻ്റ് അപ്പോയിൻമെൻ്റ് ആവുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ടീച്ചിങ് പോസ്റ്റിനെ സംബന്ധിച്ചറിയാം, പല പല കാര്യങ്ങൾ അതിലുണ്ട്. ഒരു അപ്പോയിൻമെൻറ്റ് ശരിയാവണമെങ്കിൽ പല പല കാര്യങ്ങൾ നടന്ന് കിട്ടിയാൽ മാത്രമേ അപ്പോയിൻമെൻറ്റ് പാസ്സാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പില്ലാതിരുന്നത് കൊണ്ട് ഞാൻ ആ ഒരു ചാൻസ് നിരസിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു പോസ്റ്റിൽ വെച്ചിരുന്ന ആളെ സ്ഥിരപ്പെടുത്തിയെന്നും. വീണ്ടും ഞാൻ പല പല സ്കൂളുകളിൽ വർക്ക് ചെയ്തു. ഒരു UP സ്കൂൾ മുതൽ MSc ലെവൽ വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഒരു സ്ഥിര ജോലിക്ക് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നാലും അത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കപ്പോൾ ഉണ്ടായിരുന്നില്ല. ഒരു കോൺവെൻറ്റ് സ്കൂളിൽ ഞാൻ 4 വർഷത്തോളം ഡെയിലി വേജസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടിരുന്നു. അതിനുശേഷം പിന്നെയാണ് പെർമനൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ എന്നെ പെർമനൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു അത് ആ പോസ്റ്റ് സാങ്ഷൻ ആവാനുള്ള ഇതില്ല. അപ്പോൾ ഞാൻ വളരെയധികം ജോലിയെ സംബന്ധിച്ച് വളരെയധികം വിഷമിച്ചിട്ടുണ്ട്. എവിടെ പോയാലും ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. കിട്ടിയാൽ തന്നെ കയ്യിൽ വന്നിട്ട് പോകുന്ന സ്ഥിതിയാണ്. അങ്ങനെയൊരു അവസ്ഥയാണ് എനിക്കുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം വീണ്ടും അതിനുശേഷം അങ്ങനെ കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തത് കാരണം വേറൊരു സ്കൂളിൽ വിളിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്ക് പോരേണ്ടി വന്നു. ആ പോരേണ്ടി വന്നതിന് ശേഷം അവിടെ ഞാൻ കുറേ നാൾ ഡെയിലി വേജസിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ അവിടെ പഠിപ്പിച്ചിരുന്നത് +2 അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും, ടീച്ചിങ് പോസ്റ്റ് അവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഡെയിലി വേജസ് ആണെങ്കിലും ഓരോ വർഷവും ഇൻ്റർവ്യൂ നടത്തും അവിടെ. അപ്പോൾ നമ്മൾ ഓരോ വർഷം ചെല്ലുന്നോറും നമ്മളുടെ ഏജ് കൂടി വരികയാണ്. നമുക്ക് അതിനുവേണ്ടി ചിലപ്പോൾ അവർ ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാമായിരിക്കും, ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടിയെന്ന് വരുന്നില്ല. ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് നമുക്ക് അധികം പെർഫോം ചെയ്യാനൊന്നും പറ്റാറില്ല. അപ്പോൾ അങ്ങനെ പിറ്റത്തെ വർഷം എനിക്ക് ഡെയിലി വേജസിൽ ഇതുപോലെ അപ്പോഴേക്ക് ഞാൻ ഉടമ്പടിയിലായിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ വഴി തന്നെയാണ് ഞാൻ ഉടമ്പടിയെപ്പറ്റി അറിഞ്ഞത്, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ അതിനുശേഷം വരുന്ന ഇൻ്റർവ്യൂവിൽ, അതായത് പിന്നത്തെ കൊല്ലം ഡെയിലി വേജസിന് വെക്കാനുള്ള ഇൻ്റർവ്യൂവിൽ വന്നപ്പോൾ എനിക്ക് ആകെ 2 പോസ്റ്റാണ് ഉണ്ടായിരുന്നത്. എനിക്ക് 3ാമത്തെ പൊസിഷനാണ് കിട്ടിയത്. അപ്പോൾ എങ്ങനെയായാലും എനിക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല.
പക്ഷേ ഞാൻ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ അത് മാത്രമായിരുന്നു എൻ്റെ ഒരു ധൈര്യം. കാരണം ഇൻ്റർവ്യൂവിൽ ആ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് എനിക്ക് പെർഫോം ചെയ്യാനുള്ള യാതൊരു കഴിവും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ക്ലാസ്സിൽ എനിക്കൊരു കുഴപ്പമില്ല, കുട്ടികളെയൊക്കെ ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല വളരെ വീക്കായിട്ടുള്ള സ്റ്റുഡൻസിനെയും, എൻ്റെ സബ്ജക്റ്റ് മാത്സ് ആണ്, അപ്പോൾ വളരെ വീക്കായിട്ടുള്ള സ്റ്റുഡൻസിനെയും അതിലോട് ഒന്ന് ജയിപ്പിച്ചു കൊണ്ടുവരാനും ഞാൻ വളരെയധികം ശ്രമിച്ചിരുന്നു. ഓരോ സ്കൂളിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യുന്ന ഒരു ഇത് വെച്ചിട്ടാണ് ആ 3rd പൊസിഷൻ എനിക്ക് വന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കഴിവുകൾ കുറഞ്ഞു വന്നപ്പോൾ ഞാൻ ആ സമയത്ത് ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിലുണ്ടായിരുന്നത് ഒരു റാങ്ക് കിട്ടിയ കുട്ടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് തന്നെ ഫസ്റ്റും സെക്കൻഡും പൊസിഷൻസ് കിട്ടും. 2 സ്കൂളുകളിൽ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഹോപ്പുമില്ല. പക്ഷേ ഞാൻ വീട്ടിൽ പറഞ്ഞു, ഞാൻ എങ്ങനെ കൃപാസനം ഉടമ്പടിയിലാണ്, എനിക്ക് എങ്ങനെയായാലും കിട്ടും. എങ്ങനെയാണ് കിട്ടുന്നതെന്നൊന്നും അറിയില്ല, എനിക്ക് യോഗ്യതയുമില്ല. അപ്പോൾ ഞാൻ അതിന് തലേ ദിവസം വരെ, അതായത് ജൂലൈയിലൊക്കെയാണ് അപ്പോയിൻമെൻ്റൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ സമയത്തിന് മുമ്പായിട്ട് ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ തനിക്ക് അതിനുള്ള ഒരു ക്വാളിറ്റിയും ഇല്ല, തനിക്കത് കിട്ടാൻ പോകുന്നില്ല എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. 3rd പൊസിഷനായിരുന്നു എനിക്ക്. 3rd പൊസിഷനായിരുന്നു. അപ്പോൾ ഫസ്റ്റും 2 ആളുകളെ മാത്രം മതി അവർക്ക്. അപ്പോൾ 2 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കതിനുള്ള ഒരു ക്വാളിറ്റിയും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ ഉറപ്പായിട്ട് വിശ്വസിച്ചിരുന്നു, എങ്ങനെ കിട്ടുമെന്നും ഒന്നും അറിയില്ല. അപ്പോയിൻ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം എനിക്കൊരു കോള് വന്നു. അതായത് ഫസ്റ്റ് കിട്ടിയ കുട്ടി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി റെസ്റ്റ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയാണെങ്കിലും അത് വരുന്നില്ല എന്നും പറഞ്ഞ് എഴുതി കൊടുത്തു. അപ്പോൾ ആ ഫസ്റ്റ് കിട്ടിയ പൊസിഷനിലേക്കാണ് പിന്നെ എന്നെ, 3rd കിട്ടിയ എന്നെ അപ്പോയിൻ്റ് ചെയ്തത്. അപ്പോൾ അതിലാണ് ഞാൻ കൂടുതൽ മാതാവിൽ വിശ്വസിച്ചത്. അതോടുകൂടിയാണ് എനിക്ക് മാതാവിലുള്ള വിശ്വാസം വളരെയധികം ശക്തിപ്പെട്ടത്. പിന്നെയും എന്താ പറയുക, പിന്നത്തെ കൊല്ലം ഇതുപോലെ ഇൻ്റർവ്യൂ, കുറേ 18 വർഷത്തെ കഥ പറയാനുണ്ട് എനിക്ക്. അപ്പോൾ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരില്ല, അത്രയും അധികമുണ്ട്. പിന്നത്തെ വർഷം എനിക്ക് ഡെയിലി വേജസിൽ എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഞാനൊരു ഗവൺമെൻറ് സ്കൂളിൽ പോയി. അപ്പോഴും ഞാൻ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു 2 മാസം 3 മാസമൊക്കെ അവിടെ വേക്കൻസി കാണുള്ളൂ. അതിനുശേഷം നമ്മൾ ഇറങ്ങി പോരണം ടീച്ചേഴ്സ് വരുമ്പോൾ. അപ്പോൾ വീണ്ടും ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ പക്ഷേ എനിക്ക് കിട്ടിയ സ്കൂളെന്ന് പറഞ്ഞാൽ അധികം അങ്ങോട്ട് ആരും അപ്പോയിൻമെൻറ്റ് റെഡിയായിട്ട് PSC വഴി സെലക്ഷൻ കിട്ടി അങ്ങോട്ടേക്ക് വന്നില്ല. ആ ഒരു കൊല്ലം എനിക്ക് ആ സ്കൂളിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ജൂൺ മുതൽ ലാസ്റ്റ് വരെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതിനുശേഷം വീണ്ടും ഞാൻ ഇതുപോലെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഡെയിലി വേജസിന് വർക്ക് ചെയ്തിരുന്ന സ്കൂളിലാണെങ്കിലും പെർമനൻറ്റ് പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പോൾ ഞാൻ അതിനുവേണ്ടി ടെസ്റ്റ് ഉണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും. വളരെ കടമ്പയായിരുന്നു. എല്ലാ വർഷവും മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന് പറയുന്നത് ഞങ്ങളെ ഗസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീകരമായ അന്തരീക്ഷമാണ്. കാരണം ഏത് നേരവും ടെസ്റ്റ്, ഇൻ്റർവ്യൂ, അതിൽ വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളുടെ ഏജ് കൂടി വരുന്നതനുസരിച്ച് നമ്മളുടെ ഉത്തരവാദിത്തങ്ങളും എല്ലാം നമുക്ക് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള രീതിയും അതെല്ലാം നമുക്ക് കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ ഒരു ഗവൺമെൻറ് സ്കൂളിൽ കയറി 2 മാസം വർക്ക് ചെയ്തു. വീണ്ടും അവിടെ നിന്ന് എനിക്ക് പോരേണ്ടി വന്നു. അതായത് ആ ടീച്ചർ വന്നപ്പോൾ എനിക്ക് പോരേണ്ടി വന്നു. വീണ്ടും അവിടെ തന്നെ വിളിച്ചു. അങ്ങനെ ഒരു 3 മാസത്തോളം വർക്ക് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ കൊല്ലം ഞാൻ വെറും ഒരു 5 മാസത്തോളം മാത്രമാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ മെറിറ്റ് മുഴുവൻ പോയി, ഇനി ഒന്നുമില്ല. ഇനി എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മാതാവ് അനുഗ്രഹിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. പിന്നെ ഞാൻ വളരെ ശക്തിയായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻ്റർവ്യൂ തന്നെ ഒരു വെറുപ്പായി തുടങ്ങി. ചില സ്ഥലത്ത് ഇൻ്റർവ്യൂ വിളിച്ചെങ്കിലും എനിക്കവിടെ പോകാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായി. എൻ്റെ കോൺഫിഡൻസ് വളരെയധികം കുറഞ്ഞു. പിന്നെ ഞാൻ വളരെയധികം ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവിനോട് വളരെയധികമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കണം, അത് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ഒരു ചേച്ചി വഴിയിട്ട് ഞാൻ നേരത്തെ ഒരു സ്കൂളിൽ നിന്ന് പെർമനൻറ്റ് കിട്ടാൻ സാധ്യതയില്ലെന്നും പറഞ്ഞ് പോകുന്ന ഒരു സ്കൂളിലേക്ക് എന്നെ വീണ്ടും ഡെയിലി വേജസിനേക്ക് വിളിച്ചു. അപ്പോൾ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 100% റെഡിയായിരുന്നു, ഞാൻ വരാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ പോയി. അതിനുശേഷം ഈ മെയ് മാസത്തിലും ഞാൻ മാതാവിനോട് വളരെയധികം, മാതാവിൻ്റെ മാസമാണ്, എനിക്ക് അപ്പോയിൻമെൻറ്റ് റെഡി ആവണമെങ്കിൽ ജൂണിൽ തന്നെ എനിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ മാതാവ് വിചാരിച്ചാൽ മാത്രമേ, മാതാവ് അനുഗ്രഹിക്കുമെങ്കിൽ മാത്രമേ എനിക്ക് ഒരു ജോലിയിലേക്ക്, ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് എനിക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. നന്നായി പ്രാർത്ഥിച്ചു. ഞാനൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. മെയ് 22 ഉള്ളിൽ എനിക്ക് മാതാവ് ഒരു റിപ്ലൈ തരണം. അപ്പോൾ അതിനു മുമ്പും എനിക്ക് നമ്മൾ എത്ര വളരെയധികം ആത്മാർത്ഥമായി, നമുക്ക് ആരുമില്ല, നമ്മളുടെ കൂട്ടിന് ദൈവം മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഒരു എല്ലാ കാര്യത്തിലും എൻ്റെ കുടുംബാംഗങ്ങളാണ് എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. ഒരു പരിധി കഴിയുമ്പോൾ അവരും കൂടി ഇല്ലാതെ ഉള്ള അവസ്ഥ നമുക്ക് വരും. അത് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളും ദൈവവും മാത്രമാവും. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ പറയുന്നത് ദൈവത്തോടായിരിക്കും. കാരണം നമുക്കായിട്ടുള്ളൊരു കഴിവില്ല, ദൈവം വിചാരിച്ചാൽ മാത്രമേ നമുക്കത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലായിരുന്നു ഞാൻ ആ സമയത്ത്. ഞാൻ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ വീട്ടിലും പറയുമായിരുന്നു. വീട്ടിലും വളരെ വിശ്വാസമുള്ള കൂട്ടത്തിലായിരുന്നു. എങ്കിലും കൃപാസനത്തിൽ എന്തിനാ പോകുന്നതെന്നൊക്കെ ചോദിക്കും. കാരണം നമുക്ക് പള്ളിയിൽ പ്രാർത്ഥിച്ചാൽ പോരെ, കൃപാസനത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കണത് എന്തിനാണ്? പക്ഷെ ഞാൻ പറയും, അതറിയില്ലാത്തത് കൊണ്ടാണ്. അത്രയും ശക്തിയുള്ള മാതാവാണ് അവിടെ ഉള്ളതെന്നാണ് ഞാൻ പറയാറുള്ളത് വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ ഞാൻ മെയ്യിൽ വളരെയധികം ഇതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മെയ് 22-ാം തീയതിക്കുള്ളിലെങ്കിലും എനിക്കൊരു റിപ്ലൈ കിട്ടണമെന്ന് ഞാൻ വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. അപ്പോൾ 21-ാം തീയതി വരെ യാതൊരു അനക്കവുമില്ല. ഒരിടത്തൊന്നും ഒരു കോളും വരുന്നില്ല, ഡെയിലി വേജസിന് പോലും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവി പെർമനൻറ്റ് പോയിട്ടൊരു ഡെയിലി വേജസ് പോലും എന്നെ വിളിക്കണില്ലല്ലോ, ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പിന്നെ പറഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെ 22-ാം തീയതി രാവിലെ എനിക്കൊരു കോൾ വന്നു. 22-ാം തീയതി രാവിലെ ആയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഹെലീനൊക്കെ എവിടെയെങ്കിലും ആയോ, പെർമനൻറ്റ് ഒരു ജോബുണ്ട്, അവന് താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് എനിക്ക് ചെയ്യേണ്ടത്? എന്നോട് ഡെയിലി വേജസിന് വിളിച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പെർമനൻറ്റ് ജോബ് ഉണ്ടോ എന്ന് പറഞ്ഞ സത്യത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. എന്നിട്ട് 22-ാം തീയതി വിളിച്ച് പറഞ്ഞു. 25-ാം തീയതി ചെന്നു. അതിനുശേഷം നാളെ ജൂൺ 1-ന് ഞാനവിടെ ജോയിൻ ചെയ്യുകയാണ്. കുറച്ച് ദൂരമാണ്, എൻ്റെ വീട് കൊച്ചിയിലാണ്, കുറച്ച് ദൂരമുണ്ട്. എങ്കിലും മാതാവ് തന്ന സമ്മാനമായിട്ട് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ മെറിറ്റ് നെഗറ്റീവിലേക്ക് പോയ സമയത്താണ് മാതാവ് എന്നെ കൈപിടിച്ച് ഉയർത്തി നിർത്തിയത്. ഇത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഇത് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് മാതാവിനെക്കുറിച്ച് എൻ്റെ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുന്നതിനും ഒപ്പം എൻ്റെ കുടുംബാംഗങ്ങൾ കൂടി കൃപാസന മാതാവിൽ വിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതിനും വേണ്ടി മാതാവ് എന്നെ ഒരു സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് ഞാൻ വളരെയധികം ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ വീട്ടിലും പറയുമായിരുന്നു, നീ ഇനിയിപ്പോൾ കൃപാസനത്തിലും പോയിട്ടും കാര്യമില്ലെന്നാണ് തോന്നുന്നത്, നമുക്ക് അത് വിധിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പോഴും ഞാൻ വളരെ ശക്തമായി പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അമ്മ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മ എനിക്കുള്ളതാണെങ്കിൽ അമ്മ അത് തന്നിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. 18 വർഷമായി ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാത്ത ഒരാളല്ല. ടീച്ചിങ് ജോലിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇത്രയും കാലം ശ്രമിച്ചിട്ടും എനിക്ക് പറ്റാതിരുന്നത് എൻ്റെ കഴിവൊന്നുമല്ല, മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത്. 18 വർഷമായി. പിന്നെ ഇത് മാത്രമല്ല എനിക്ക് അനുഗ്രഹമായിട്ട് കിട്ടിയത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം സാക്ഷ്യമായിട്ട് ഞാൻ പറയുന്നത്. ഇത് കൂടാതെ തന്നെ മാതാവിൻ്റെ പ്രസൻസ് വളരെ നമ്മൾ വിഷമിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചിട്ടുണ്ട്. പിന്നെ കാശുരൂപം മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ എല്ലാ ടെസ്റ്റും ഇൻ്റർവ്യൂവും ഒക്കെ പോയിരുന്നത്. ഉപ്പ് ഓരോ സ്ഥലത്ത് വിതറിയും പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി തൈലം ഉപയോഗിച്ചിരുന്നു. ഇതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ടാണ് എല്ലാ പ്രധാനപ്പെട്ട കാര്യത്തിലും ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത്
വേറൊരു കാര്യമുള്ളത്, എനിക്ക് വളരെ പേടിയുള്ള കൂട്ടത്തിലാണ്. ലൈസൻസ് എന്ന് പറയുന്നത് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. പക്ഷേ എല്ലാവരും ഓടിക്കണ കാണുമ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ അതുവഴി ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചൊരു കാര്യമാണ് 2 വീലർ ലൈസൻസ് 4 വീലർ ലൈസൻസും വേണമെന്നുള്ളത്. 2 വീലർ ലൈസൻസ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. ഇപ്പോൾ ഞാൻ വളരെ കൂളായിട്ട് ഒരു പേടിയും കൂടാതെ തന്നെ 2 വീലർ ഓടിക്കുന്നുണ്ട്. 4 വീലർ ലൈസൻസും അതുപോലെ തന്നെ കിട്ടി. 4 വീലറിൽ ആദ്യമൊക്കെ അതായത് എനിക്ക് 3ാമത്തെ പ്രാവശ്യമാണ് ഈ 4 വീലർ ലൈസൻസ് കിട്ടിയതെങ്കിലും ആദ്യത്തെ പ്രാവശ്യമൊക്കെ വളരെയധികം, അതായത് വെഹിക്കിൾ ഇൻസ്പെക്ടറൊക്കെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അത് ഓടിച്ച് നമ്മളുടെ പേടി കാണുമ്പോൾ തന്നെ അവർക്കറിയാം. പക്ഷേ എനിക്ക് 3ാമത്തെ പ്രാവശ്യം വന്ന സാറ് വളരെയധികം കാമായിട്ടിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വളരെയധികം ഭംഗിയായിട്ടത് ചെയ്യുവാനായിട്ട് സാധിച്ചു. അതോടുകൂടി അത് എനിക്ക് കിട്ടി. പിന്നെ ഹസ്ബൻഡിന് ജോലിയിൽ ഹസ്ബൻഡ് ഒരു HR സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഒരു പ്രൈവറ്റ് ഫേമിലാണ്. അപ്പോൾ ഹസ്ബൻഡിന് വളരെയധികം ജോലി സംബന്ധിച്ച് വളരെയധികം ടെൻഷനായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നു. കാരണം നമ്മളുടെ കേരളത്തിലെ വർക്കല്ല, പുറത്തെ വർക്കും കൂടി ധാരാളമായിട്ട് ചെയ്യേണ്ട വന്നു. ആളുകളെ HR ആയതുകൊണ്ട് ആളുകളെ സെലക്ട് ചെയ്യുന്നതും HR-ൻ്റെ ചുമതലയിൽ പെടും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആളുകളെ കിട്ടാതെ വന്നു. അപ്പോൾ വർക്ക് പ്രഷർ വളരെയധികം കൂടി. ഞാൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഇട്ടിട്ട് പോരുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ചു. കാരണം എനിക്കൊരു സ്ഥിര ജോലിയില്ല, ഹസ്ബൻഡും കൂടി ഇട്ടിട്ട് വന്നാൽ വളരെയധികം അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കുക, നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാലും കൃപാസനത്തിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്ന ഒരാളാണ്. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഫലമായിട്ട് പിന്നെ വേറൊരു ജോലി കിട്ടി. അതിൻ്റെ സെലക്ഷനിൽ വന്നു, പെട്ടെന്ന് തന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ജോലിയിൽ നിന്ന് വിട്ടിട്ട് പോകാനായിട്ട് ഇവിടുത്തെ മാനേജർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പറഞ്ഞു വേറെ അസിസ്റ്റൻസിനെ വെച്ച് തരാം, വർക്ക് പ്രഷർ കൂടുതലാണെങ്കിൽ വേറെ അസിസ്റ്റൻസിനെ വെച്ച് തരാം, ഒപ്പം തന്നെ സാലറിയിൽ ഹൈക്കും തരാം എന്ന് പറഞ്ഞിട്ട് സാലറിയിൽ വളരെയധികം ഹൈക്കും കൊടുത്തു. ഒപ്പം അസിസ്റ്റൻറ്റിന് വെക്കാനായിട്ടുള്ള ഒരു കാര്യവും അസിസ്റ്റൻസിനെയും കൂടി സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇതും കൂടി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതിൽ തന്നെ തുടരുകയാണ്. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പൊതിച്ചോറ്, ഞാൻ ഓരോ സന്നദ്ധ സംഘടനകളിലും പൊതിച്ചോറൊക്കെ ചോദിക്കുമ്പോൾ അവിടെ കൊടുക്കും. പിന്നെ മാത്രമല്ല നമ്മൾ ഓരോ വഴിയരികിലുള്ള ഓരോ ആളുകൾക്കും പൊതിച്ചോറ് കൊണ്ടുപോയി വിതരണം ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ആളുകളെ അവർക്ക് സഹായമായിട്ട് നൽകാറുണ്ട്. ഭവന നിർമ്മാണത്തിന് വേണ്ടി സഹായം കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാൻസർ രോഗികൾ, നിർധനരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും സഹായം അന്വേഷിച്ച് വരുമ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ടീച്ചിങ് ജോലിയാണ് എൻ്റേത്. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്നത് സ്കൂളിൽ പോകുമ്പോൾ അവിടെ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ, അവരെ പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ള, എൻ്റെ സബ്ജക്റ്റ് മാത്സ് ആണ്, അപ്പോൾ പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ ഉയർന്ന മാർക്ക് കിട്ടാനും വേണ്ടിയും പാസ്സാവാൻ വേണ്ടിയിട്ടും ഞാൻ വളരെയധികം ആ കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കാറുണ്ട്. പത്രവിതരണം എന്നെ സംബന്ധിച്ച് ആദ്യം ഞാൻ ഭയങ്കര ചമ്മലായിരുന്നു എനിക്ക് പത്രമൊക്കെ കൊടുക്കാനായിട്ട്. പിന്നെ അതിനുശേഷം ഇവിടുത്തെ ഓരോ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുമൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളുടെ സ്റ്റാറ്റസ് അല്ല പ്രധാനം. നമ്മളുടെ സ്റ്റാറ്റസ് ഏറ്റവും താഴ്ത്തി മാതാവിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാതാവും തിരുക്കുമാരനും നമ്മളെ അത്രത്തോളം ഉയർത്തുമെന്ന് ഓരോ ടോക്കുകളിലൂടെയും ഓരോ സാക്ഷ്യങ്ങളിലൂടെയും ഞാൻ മനസ്സിലാക്കി. അതുവഴി പിന്നെ പത്രങ്ങളൊക്കെ ഞാൻ ബസ് സ്റ്റോപ്പുകളിലും കൂടുതലും അക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക്, ഉടമ്പടിയെക്കുറിച്ച് അറിയാവുന്ന ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് ഉപരി അക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചിരുന്നത്. കൃപാസനം പത്രം വേണോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ കൊടുക്കുള്ളൂ, വേണ്ടാന്ന് പറയുന്നവർക്ക് കൊടുക്കാറില്ല. പിന്നെ അതിന് എപ്പോഴും നല്ല അനുഭവങ്ങൾ മാത്രമായിരുന്നില്ല. ഒരു പ്രാവശ്യം ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഇങ്ങനെ ഞാൻ കൃപാസന മാതാവിനെ പറ്റി അറിയാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേരിങ്ങനെ കൂടി വന്നിട്ട് പറഞ്ഞു, മാതാവിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളുടെ യേശുക്രിസ്തു മാത്രമാണ് യഥാർത്ഥ രക്ഷകൻ. മാതാവിന് ഇത്രയധികം
പ്രാധാന്യം കൊടുക്കുന്നത് അത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം തർക്കിച്ചു. എന്നിട്ട് പറയും ഞങ്ങളുടെ ഇതിൽ വരൂ, അതിൻ്റെ ഇതൊക്കെ കൂടൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിൽ താല്പര്യമില്ല, ഞാൻ കൃപാസന മാതാവിൽ വിശ്വസിക്കുന്ന ആളാണ്. മാതാവിനെ ഭയങ്കര രക്ഷകൻ്റെ ഇതിലേക്കല്ല, മാതാവിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങൾ നേടിത്തരുമെന്നാണ്, അല്ലാതെ മാതാവിനെ ദൈവമായിട്ടല്ല കൃപാസനത്തിൽ കരുതുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തികൾ. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെയധികം ആത്മീയമായിട്ട് വളരാനായിട്ട് എനിക്ക് സാധിച്ചു. കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ കൊന്തയൊക്കെ ചൊല്ലുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഉരുവിട്ട് പോകുമായിരുന്നു. കാരണം അതിൻ്റെ ഒരർത്ഥവും മനസ്സിലാക്കാതെ സ്വർഗസ്ഥനായ നന്മ പറഞ്ഞ മറിയം വെറുതെയും ഇങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ മുതൽ ഇങ്ങനെ പറഞ്ഞു പോകും. അത് എന്താണോ അത് ഉദ്ദേശിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നൊന്നും. പക്ഷേ ഇപ്പം ഞാൻ കൊന്തയൊക്കെ കൂടുതൽ ഭക്തിയോടുകൂടി ചൊല്ലാൻ തുടങ്ങി. അതനുസരിച്ചിട്ട് ഒരു കൊന്ത ചൊല്ലിക്കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം, ഒരു ദിവസം അതൊക്കെ ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അത് മുടക്കിയാൽ അന്ന് എന്തെങ്കിലും എനിക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലും ഇതായിട്ടൊരു സംഭവിച്ചിരിക്കും. അപ്പോൾ ഇതിൽ തന്നെ തുടരാനാണ്, ഈ ഉടമ്പടിയിൽ തന്നെ തുടരാനാണ് എനിക്ക് ഇഷ്ടം. ഡെയിലി ബ്രെഡ് ധ്യാനം ഇതെല്ലാം കൂടാറുണ്ട്. ബൈബിൾ വായന എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളൊക്കെ മുടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ചില ദിവസങ്ങൾ മുടങ്ങിപ്പോകുമ്പോൾ ആ ദിവസം തന്നെ എനിക്ക് എന്തെങ്കിലും പണി കിട്ടാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ അത് എത്ര തീക്ഷ്ണമായി നമ്മൾ ചെയ്യുന്നോ, ആ അച്ഛൻ പറഞ്ഞിരിക്കുന്ന ആ 6 കാര്യങ്ങൾ നമ്മൾ എത്ര തീക്ഷ്ണമായി ഓരോ ദിവസം ചെയ്യുന്നോ, അത് നമുക്ക് എന്താണോ ദൈവഹിതം നമുക്ക് വേണ്ടത് അത് ദൈവം തന്നിരിക്കും. അത് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്, ഇപ്പോൾ ഞാൻ 18 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി കിട്ടി, ഒരു ഗവൺമെൻറ് ജോലി പ്രവേശിച്ച് കല്യാണം കഴിഞ്ഞ് കുട്ടിയുണ്ടായി അങ്ങനെ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിങ്ങനെ മാതാവിനെ മനസ്സിലാക്കുമായിരുന്നെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു ജോലി എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പാണ്, അത് മാതാവിനെയും മാതാവിലൂടെ തിരുക്കുമാരനെയും മനസ്സിലാക്കുവാനും അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുമായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനിയും ഉടമ്പടി ജീവിതത്തിൽ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുവാൻ എൻ്റെ മകനും എൻ്റെ കുടുംബാംഗങ്ങളും പിന്നെ ഞാൻ കാണുന്നവരോട് എല്ലാവരോടും പറയാറുണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റിയൊക്കെ. അപ്പോൾ അതിൽ തന്നെ ഉറച്ച് ഈ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുവാനാണ് എൻ്റെ തീരുമാനം. ഇത്രയും അനുഗ്രഹങ്ങൾ, ഇത് മാത്രമല്ല ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം പറയാൻ ഇവിടെ പറ്റില്ല. അപ്പോൾ ഇത്രത്തോളം അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ അവരുമായി ശാശ്വതമായി ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയുമില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കും. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 40-ാം വചനമാണ്. ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരികയില്ല എന്നാണ്. ഹെലന എന്ന മകളുടെ സാക്ഷ്യത്തിൽ ഒരു ഉടമ്പടിയിലൂടെ ഉള്ളൊരു ജീവിതത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഹെലന നമ്മളോട് ഷെയർ ചെയ്തത്. 18 വർഷത്തോളവും ഒരു സ്ഥിര ജോലിക്ക് വേണ്ടി പല സ്കൂളുകളിലും കയറിയിറങ്ങി, പല സ്ഥലത്തും ഡെയിലി വേജസ് ബേസിസിൽ ജോലി ചെയ്തു. പിന്നീടാണ് കൃപാസനത്തെപ്പറ്റി അറിയുകയും 2023 വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകളനുസരിച്ച് പാലിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നീക്കുകയാണ്. അങ്ങനെയാണ് അടുത്ത ഇൻ്റർവ്യൂവിന് പോയപ്പോൾ 2 സീറ്റ് ഉണ്ടായിരുന്നു, 2 വേക്കൻസി ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഹെലനയ്ക്ക് ഇൻ്റർവ്യൂവിന് കിട്ടിയത് 3ാമത്തെ പൊസിഷനാണ്. 1ഉം 2ഉം പൊസിഷൻ, 1ാമത്തെ പൊസിഷൻ ഒരു റാങ്ക് ഹോൾഡറിനായിരുന്നു. ഏതൊരു വിധത്തിലും ഹെലനയ്ക്ക് ആ ജോലി കിട്ടാനുള്ള വകയില്ല. പക്ഷെങ്കിൽ ഹെലന പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു കോള് വരികയും ഫസ്റ്റ് പൊസിഷനിൽ പാസ്സായ ആ ഇൻ്റർവ്യൂ സെലക്റ്റഡായ കുട്ടിക്ക് പ്രഗ്നൻ്റ് ആവുകയും ആ കുട്ടി ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറയുകയും ഹെലന അവിടെ ജോയിൻ ചെയ്യുകയുമാണ് ചെയ്തത്. പിന്നീടും കണ്ടിന്യൂ ചെയ്യുവാണ്. ടീച്ചേഴ്സ് ജോബ്, ടീച്ചേഴ്സ് പോസ്റ്റാണ്. ചില സമയത്തൊക്കെ ഹെലനയ്ക്ക് ഫീൽ ചെയ്തു ഓരോ സ്കൂളുകളിലും പെർമനൻറ്റ് ജോബിന് വേണ്ടി നോക്കുമ്പോഴൊക്കെ ഈശോയും അമ്മയും എൻ്റെ കൂടെയുണ്ടോ,
നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പലപ്പോഴും പറയുന്നുണ്ട്, പല സ്കൂളുകളിലും പല ഓഫീസുകളിലും കയറി ഇറങ്ങുന്നുണ്ട്, ഇത്രയും നാളായിട്ട് ഒരു പെർമനൻറ്റ് ജോലി കിട്ടിയില്ല എന്ന്. വീണ്ടും ഹെലേന കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരു പരിധിയുണ്ട്. പക്ഷെങ്കിൽ ഇവിടെയും ആ വചനം പറയുന്നത് പോലെ അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല, അവർ എന്നിൽ നിന്നും പിന്തിരിയാതിരിക്കാൻ എന്നുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചു എന്നാണ്. ഹെലേനയിൽ ഹോൾഡ് ചെയ്തത് ഉടമ്പടിയാണ്. ഭക്തിയോടും വിശ്വാസത്തോടും മുന്നോട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരു പെർമനൻറ്റ് ജോബിന് വേണ്ടിയിട്ട്. പിന്നീടാണ് ലൈറ്റ് ആൻഡ് പ്രെയർ റിക്വസ്റ്റും ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഒരു ജോലി കിട്ടുകയാണ്. അതും പരിശുദ്ധ അമ്മയുടെ പല പ്രാവശ്യം സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. ആ ദിവസങ്ങളിൽ സുഗന്ധാഭിഷേകത്തിലൂടെ അമ്മയുടെ പ്രസൻസ്, അതായത് സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ഓരോ എക്സാമിന് പോകുമ്പോൾ, ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കയ്യിൽ സൂക്ഷിച്ചുകൊണ്ടാണ്, പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഈ മകൾ ഇൻ്റർവ്യൂവിന് പോയത്. അങ്ങനെയാണ് അടുത്ത ഇൻ്റർവ്യൂ പാസ്സാകുന്നത്. അതും അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്രാവശ്യം ഈ മകൾ പ്രാർത്ഥിച്ചത് ഡേറ്റ് ഇട്ടാണ്. മെയ് 22 മുൻപ് എങ്ങനെയെങ്കിലും ഒരു പെർമനൻറ്റ് ജോലി നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് ഹെലേന പ്രാർത്ഥിച്ചത്. അങ്ങനെയാണ് മെയ് 22 രാവിലെ തന്നെ കോൾ വരികയാണ്. നമുക്കറിയാം, കൃപാസന അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 2004 ഡിസംബർ 7 2:30 അമ്മ ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് സമയത്തിന് മേലെ അധികാരമുള്ള ഒരു അമ്മയാണ് കൃപാസന അമ്മ. ഈ അമ്മയുടെയാണ് ഹെലേന. എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞപ്പോൾ 22 വണക്കമാസ മാസമാണ്. അതുകൊണ്ട് 22 മുമ്പ് അമ്മ ഏതെങ്കിലും ഒരു സൈൻ നൽകി, അടയാളം നൽകി എനിക്ക് പെർമനൻറ്റ് ജോലി നൽകണമേ എന്നാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ 22 രാവിലെ തന്നെ ഒരു ഫോൺ കോൾ വരികയും മകൾക്ക് അപ്പോയിൻമെൻറ്റിനുള്ള കോളായിരുന്നു അത്. അങ്ങനെയാണ് 25 സ്കൂളിൽ പോവുകയും ജൂൺ 1 പുതിയ ജോലി, പെർമനൻറ്റ് ജോലിയിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റും കിട്ടി. അപ്പോയിൻമെൻറ്റ് ലെറ്ററുമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ മകൾ വന്നിരിക്കുന്നത്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ വേക്കൻസി ഇല്ലാത്ത വേക്കൻസി ഉണ്ടാക്കി തരികയും സമയച്ചുരുക്കത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ നമ്മുടെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. ഈ മകളുടെ ജീവിതത്തിൽ 18 വർഷം ആഗ്രഹിച്ച കാര്യമാണ് ഈശോയും അമ്മയും നടത്തി കൊടുത്തത്. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഈ മകൾക്ക് ജോലി കിട്ടിയത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ വർക്ക് ചെയ്തത് ദൈവത്തിൻ്റെ കൃപയാലാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴിയാണ് ഈ മകൾക്ക് ഒരു നല്ല ജോലി കിട്ടി. അമ്മയ്ക്ക് നന്ദി പറയുന്നത്. പിന്നീട് ലൈസൻസ് ആയിരുന്നു, 4 വീലറിൻ്റെ ലൈസൻസും. അവിടെയും നേർച്ച വസ്തുക്കളായ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലം തേച്ച് പ്രാചീന ഫലമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയും ഹസ്ബൻഡ് നല്ലൊരു ജോലി കിട്ടുകയും വീട്ടിലെല്ലാ കാര്യത്തിലും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപക്ഷെ ചില സമയത്ത് നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തേ ഒരു ഡാർക്ക്നെസ്, വൈ ദിസ് ഡാർക്ക്നെസ് എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. ദൈവമുണ്ടോ, അമ്മയെ കൂടെ ഉണ്ടോ എന്നുള്ളൊരു വിചാരം. പക്ഷെ വചനം പറയുന്നത് ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ട്. നമ്മൾ ഒരു ശാശ്വതമായ ഒരു ഉടമ്പടിയിലാണ്. അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യുന്നതിൽ ദൈവം ഒരിക്കലും പിന്തിരികയില്ല. നമ്മിൽ നിന്നും നാം ദൈവത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കാനായിട്ട് നമ്മിലുള്ള ഭക്തിയാണ് നാം ഹൃദയത്തിൽ ഈശോ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതത്തിലും ആ ദൈവത്തിൻ്റെ ആ ഹൃദയത്തിൽ നിക്ഷേപിച്ച ആ ഭക്തി, ആ ദൈവസ്നേഹം അടുത്തറിയുവാനും അനുഭവിച്ചറിയുവാനുമുള്ള സാഹചര്യം, അവസരം ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തോട് സത്യസന്ധമായി ഉടമ്പടി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളൊരിക്കലും ഒറ്റയ്ക്കല്ല എന്നൊരു വിചാരമാണ്. ഈ മകൾ പറഞ്ഞ പോലെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നി ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷെങ്കിലും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. നമ്മെ ഉപേക്ഷിക്കില്ലാത്ത ഒരു ദൈവത്തിൻ്റെ ഉറപ്പുണ്ട് നമ്മുടെ കൂടെ. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം കൂടുതൽ സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ, തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹെലനയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശു